السلام عليكم ورحمة الله. കുതുബി 68. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. يا الله കുതുബി قال وهو إن لم يصلح لأن يخبر به وحده وهو الأداة كفي ولا فإن صلح لذلك وإن دل بأيهته على زمان معين من الأزمنة الثلاثة فهو الكلمة وإن لم يدل فهو الاسم. وهو ലഫ്ള് ഇല്ലം യസ്ലുഹ്, ഒരു ലഫ്ള് പറ്റുന്നില്ലെങ്കിൽ ലിഅൻ യുഖ്ബറ ബിഹി വാഹിദ, ആ ലഫ്ള് കൊണ്ട് മാത്രം ഖബററിയിക്കപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ, ഒരു ലഫ്ള് ആ ലഫ്ള് സ്വന്തം പോരാ, ആ ലഫ്ള് കൊണ്ട് ഖബററിയിക്കപ്പെടണമെങ്കിൽ, ഒരു ലഫ്ള് മുഖ്ബർ ബിയായി വരണമെങ്കിൽ ആ ലഫ്ളിന്റെ നഫ്സ് മാത്രം പോരാ, ലഫ്ള് മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ വഹുവൽ അദാത്ത്, അതിനെ സംബന്ധിച്ച് അദാത്ത് എന്ന് പറയപ്പെടും. ഉദാഹരണം ക ഫി, ഫി പോലെ, വല ലാ പോലെ. വൈൻ സലുഹ ലിദാലിക, ഇനി അത് സ്വന്തം ഖബററിയിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ ലഫ്ള്, അപ്പൊ അവിടെ നദർ ചെയ്യണം. ഫൈൻതല്ല, ആ ലഫ്ള് അറിയിക്കുകയാണെങ്കിൽ ബി ഐഹത്തിഹി, അതിന്റെ ഐഹത്ത് കൊണ്ട് അറിയിച്ചു. അലാ സമാനിൻ മുഅയ്യനിൻ, നിജമാക്കപ്പെട്ട ഒരു സമയത്തിന്റെ മേലിൽ, കാലത്തിന്റെ മേലിൽ അത് അറിയിക്കുന്നുണ്ടെങ്കിൽ, മിനൽ സലാസത്തി, മൂന്നായ കാലങ്ങളിൽ നിന്ന്, മൂന്നായ കാലങ്ങളിൽ നിന്നൊരു മുഅയ്യനായ സമാനിന്റെ മേലിൽ അത് അറിയിക്കുന്നുണ്ട് എങ്കിൽ ഫഹുവൽ കലിമത്തു, അപ്പൊ അതിനക്ക് കലിമത്ത് എന്ന് പറയപ്പെടും. വൈലം യദുല്ല ഫഹുവൽ ഇസ്മു, ഇനി ഒരു മുഅയ്യനായ സമാനിന്റെ മേലില് അറിയിക്കുന്നില്ല എങ്കിലോ അപ്പൊ അതിനക്ക് ഇസ്മു എന്ന് പറയപ്പെടും. അപ്പൊ ഒരു ലഫ്ള് അദാത്തായി, അതുപോലെ തന്നെ ഒരു മറ്റൊരു തൗജീഹിലൂടെ അത് കലിമത്തായി, മറ്റൊരു തൗജീഹിലൂടെ അത് ഇസ്മുമായി. എങ്കിൽ അഖൂലു, ഞാൻ പറയുന്നു, അൽ ലഫ്ളുൽ മുഫ്റദ്, ഒരു മുഫറദായ ലഫ്ള്, ഒരു മുഫറദായ ലഫ്ള് ഇമ്മ അദാത്തുൻ, ഒരു പക്ഷേ അത് അദാത്തായിട്ട് വരും. ഔ കലിമത്തുൻ, അല്ലെങ്കിൽ കലിമത്തായിട്ട് വരും. ഔ ഇസ്മുൻ, അല്ലെങ്കിൽ ഇസ്മായിട്ട് വരും. നമ്മളിപ്പോ പറഞ്ഞ ഈ മനാത്തിക്കത്തിന്റെ ആയ രൂപത്തിലുള്ളതായ അദാത്ത്, അത് നഹ്വിന്റെ അടിസ്ഥാനത്തിൽ ഹർഫാവും, കലിമത്ത് അത് ഫീലാവും. ഈ അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഇമ്മ അൻ യസ്ലുഹ, ഒരു പക്ഷേ ഒരു മുഫറദായ ലഫ്ള് പറ്റും. ലി അൻ യുഖ്ബറ ബിഹി, അതുകൊണ്ട് ഖബർ അറിയിക്കപ്പെടാൻ പറ്റും. വാഹിദ, അത് മാത്രം. ഔ ലാ യസ്ലുഹു, അല്ലെങ്കിൽ ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല. ഒരു ലഫ്ള് അതുകൊണ്ട് മാത്രം ഖബർ അറിയിക്കപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ പറ്റൂല. ഫൈലം യസ്ലുഹു അൻ യുഖ്ബറ ബിഹി വഹദ, സ്വന്തം ഖബർ അറിയിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിലല്ല എങ്കിലോ ഫഹുവൽ അദാത്തു, അപ്പൊ അതിന് അദാത്ത് എന്ന് പറയപ്പെടും. ഉദാഹരണം ക ഫി, ഫി പോലെ, വല്ല ലാ പോലെ. എന്നാൽ വൈന്നമാ ദക്കറ മിസാലൈനി, ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി രണ്ട് ഉദാഹരണം പറഞ്ഞു.
ഫീയെയും ലായെയും എന്തിനങ്ങനെ പറഞ്ഞത് എന്നാ? അതിന് കാരണമുണ്ട്. ഈ അന്ന മ തീർച്ചയായിട്ടും ഒരു മുഫ്രദായ ലഫ്ള് ലാ യസ്ലുഹു ലിഅൻ യുഖ്ബറ ബിഹി വഹദ, സ്വന്തം അത് ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല. സ്വന്തം ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല. അപ്പൊ സ്വന്തം ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല എങ്കിൽ ഇമ്മ അല്ലാ യസ്ലുഹ, ഒരു പക്ഷേ ആ ലഫ്ള് പറ്റൂല. ഇഖ്ബാരി ബിഹി അസ്ല, അത് തീരെ ഖബർ അറിയിക്കാൻ പറ്റൂല. അത് ഒറ്റക്കായിട്ടും പറ്റൂല, മറ്റുള്ള വാസിതയോട് കൂടിയായിട്ടും പറ്റൂല, ഒരു രൂപത്തിലും പറ്റൂല. അപ്പൊ ഒരു ലഫ്ളുണ്ട്, ആ ലഫ്ള് കൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റൂല? ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല. എങ്കിൽ അതിന്റെ ഉദാഹരണമാണ് ഏത്? ക ഫീ ഫീ പോലെ. മനസ്സിലായ? കാരണം ഫീ എന്നുള്ളത് ഒരു കാരണവശാലും അത് ഖബർ അറിയിക്കപ്പെടാൻ എന്ത് ചെയ്യൂല? പറ്റൂല. കാരണം എന്താണ്? ഫൈനൽ മുഖ്ബറ ബിഹി, അവിടെ കിതാബില് ഫൈൻ യുഖ്ബറു ബിഹി എന്നുള്ളത്. അങ്ങനെയല്ല അവിടെ ഇബാറത്ത് വേണ്ടത്. ഫൈനൽ മുഖ്ബറ ബിഹി എന്നാണ് ഇബാറത്ത് വേണ്ടത്. ഫൈനൽ മുഖ്ബറ ബിഹി, തീർച്ചയായും ഖബർ അറിയിക്കപ്പെടുന്ന ലഫ്ള്. ഈ ഖൗലിന, നമ്മുടെ ഖൗലില് സെയ്ദും ഫിദ്ദാരി, സെയ്ദും ഫിദ്ദാരി എന്ന് പറഞ്ഞു. സെയ്ദ് വീട്ടിലാണ്. അപ്പൊ സെയ്ദ് മുബ്തദയാണ്, ഫിദ്ദാരി ജാറ് മജ്റൂർ ഖബറാണ്. അപ്പൊ അവിടെ ഫീ കൊണ്ട് ഖബർ അറിയിച്ചോ? ഇല്ല. അപ്പൊ അവിടെ ഖബർ അറിയിക്കപ്പെട്ട മുഖ്ബർ ബി ഏതാണ്? ഹസ്വല, അത് ഹസ്വലയാണ്, അല്ലെങ്കിൽ ഹാസിലാണ്. കാരണം അവിടെ രണ്ട് രൂപത്തിൽ സങ്കല്പിക്കല്ലോ. അതായത് നെറുപ്പ് പിന്നെ ഈ ഖബറായി വന്നാൽ മുത്താലക്കിനെ ഫീലായിട്ടും സങ്കല്പിക്കാം, ഇസ്മായിട്ടും സങ്കല്പിച്ചൂടെ? അപ്പൊ പക്ഷെ ഹാസ്വലയാവാം, അല്ലെങ്കിൽ ഹാസ്വലാവാം. അതോടുകൂടി വലാ ദഖലി ഫീ, ഫിദ്ദാരി എന്നുള്ളിടത്തുള്ള ഫീക്ക് ഒരു പ്രവേശനവുമില്ല. ഇഖ്ബാരി ബിഹി ഖബർ അറിയി, അതുകൊണ്ട് ഖബർ അറിയിക്കുന്നു. കാരണം ഫീ ഒരിക്കലും അവിടെ എന്തായിട്ടില്ല? ഖബർ അറിയിക്കപ്പെടാൻ വേണ്ടി ഇസ്തിമാൽ ചെയ്തിട്ടില്ല. ഇനി വഇമ്മ അൻ യസ്ലുഹ, ഒരു പക്ഷേ അത് പറ്റും. ഇഖ്ബാരി ബിഹി, ഖബർ അറിയിക്കപ്പെടാൻ പറ്റും. പക്ഷെ ലാകിൻ ലാ യസ്ലുൽ ഇഖ്ബാരി ബിഹി വഹദ, തീരെ ഖബർ അറിയിക്കപ്പെടാൻ പറ്റായി അല്ല, സ്വന്തം ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല. പക്ഷെ മറ്റൊന്ന് സഹായത്തോടു കൂടി എന്ത് ചെയ്യും? ഖബർ അറിയിക്കപ്പെടും. ഉദാഹരണം ലാ പോലെ. കാരണം വൈനൽ മുഖ്ബറ ബി ഖൗലി, തീർച്ചയായിട്ടും ഖബർ അറിയിക്കപ്പെടുന്നത് ഈ ഖൗലിന സെയ്ദുൻ ലാഹജറുൻ, സെയ്ദാകുന്നത് ലാഹജറാണ്. സെയ്ദ് ലാഹജറാണ്, സെയ്ദ് മുബ്തദയാണ്, ലാഹജർ കൂടി ജുംല ഖബറുമാണ്. അപ്പൊ അവിടെ ഈ ഖബറായിട്ട് മുഖ്ബർ ബിഹി ആയിട്ട് ലായും വന്നിട്ടുണ്ട്, ഹജറും വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി കൂടിയിട്ടാണ്. ലാ ഒറ്റക്കും അല്ല, ഹജർ ഒറ്റക്കും അല്ല. അതാണ് ഹുവ ലാ ഹജറാണ്. അപ്പൊ ലായാകുന്നത് ലഹു, ലാക്കുണ്ട് മദ്ഖലുൻ ഫിൽ ഇഖ്ബാരി ബിഹി, ഖബർ അറിയിക്കപ്പെടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ശരിയാണല്ലോ? ഖബർ അറിയിക്കപ്പെടാനുള്ളതായ ഒരു ചാൻസ് അവിടെയുണ്ട്. എങ്കിൽ പല അല്ലക്ക തഖൂലു, മോനെ നിനക്ക് പറയാം, അൽ അഫ്ആലു നാഖിസത്തു, നാഖിസായ ഫീലുകൾ, നാഖിസായ ഫീലുകൾ ലാ തസ്ലുഹു, അത് പറ്റൂല. ലിഅൻ യുഖ്ബറ ബിഹാ, അതുകൊണ്ട് ഖബർ അറിയിക്കപ്പെടാനും ചെയ്യൂല, പറ്റൂല. നാഖിസായ ഫീലുകള് അത് ഖബർ അറിയിക്കപ്പെടാനും ചെയ്യൂല. കാന, കായിന്, ഇതുപോലുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല? ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല എന്ന് ചില ആളുകൾക്കൊരു അഭിപ്രായമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാകുമ്പോൾ ഫയൽസമു, അവ നിർബന്ധമാകുന്നതാണ് അൻ തെക്കൂന, ഏതാവര് നാഖിസായ ഫീലുകളാവര് അദവാത്തിൻ, അത് അദാത്തുക്കളായിട്ട് വരണം. ചിന്തിക്കണം, നല്ല പോയിന്റാ പറഞ്ഞത്. നാഖിസായ ഫീല് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്വന്തം ഖബർ അറിയിക്കപ്പെടാൻ പറ്റാത്തത് മനാസിക്കത്തിന്റെ
പിന്നെ ഈ പ്രകാരം അത് അതാത്താവും. അപ്പൊ സത്യത്തിൽ പറഞ്ഞ നാക്കിസായ ഫീല് എന്താന്ന് പറയേണ്ടി വരും? അതാത്താന്ന് പറയേണ്ടി വരും. അതാത്താന്ന് പറയേണ്ടി വരുമോന്ന്. അങ്ങനെ ആ ഫീലിനെ പറ്റി ഒരിക്കലും അതാത്തത് വരാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതെ. അപ്പൊ കൂല. അപ്പൊ നമ്മളതിന് മാർഗം പറയും, മറുപടി പറയും. ലാ പോയത് ഫീ ദാലിക, അങ്ങനെ പെരുമാറുന്നതിനൊരു മൊഴിയത്തൊന്നുമില്ല. ഇനിയിപ്പോ നാക്കിസായ ഫീല് ആയി എന്ന കാരണം കൊണ്ട് തന്നെ അത് അഥവാത്തായി കൂടായികയൊന്നുമില്ല. അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അഥവാത്തായി കൂടായികയൊന്നുമില്ല. അത്ത അന്നവും കസ്സമോ ഏതുവരേക്കും മനസ്സിലായില്ലേ? ഞാൻ പോയത് ചെയ്താലിക്ക് അതിലങ്ങനെ ഒരു മൊഴിയത്തൊന്നുമില്ല. ഏതില്? അതായത് നാക്കിസായ പേര് അതാത്തായി വരിക വന്നു എന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് ഒരു ഗൗരവമുള്ള വിഷയമൊന്നുമല്ല അപ്പൊ അതൊന്നും. എന്താ കാരണം? ഹത്ത ഏതുവരേക്കും അന്യക്കും ആ പണ്ഡിതന്മാര്, അഥവാ നെഹവി പണ്ഡിതന്മാര്, മനാത്തിക്കി പണ്ഡിതന്മാര്, അന്യക്കും തീർച്ചയായും മനാത്തിക്കി പണ്ഡിതന്മാരാകുന്നത് കസ്സമുൽ അദവാത്തി, അവര് അദാത്തുക്കളെ തഖ്സീമാക്കിയിട്ടുണ്ട്. ഇലാ ഗൈരി സമാനിയത്തിൻ വ സമാനിയത്തിൻ, സമാനിയായ അദാത്തുക്കളായിട്ടും ഗൈർ സമാനിയായ അദാത്തുക്കളായിട്ടും സമാനിയായ അദാത്തുക്കളായിട്ടും അദാത്തുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? തഖ്സീമാക്കിയിട്ടുണ്ട്. ഏത് ശരീര്? സമാനിയത്തു, സമാനിയായ അദാത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? അതല്ല പാലും നാക്കിസായ പേരുകളാണ്. അപ്പൊ നാക്കിസായ പേരുകൾ അദാത്തായിട്ട് വരാം, അതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. കാരണം എന്താണ്? അതായത് നമ്മൾ പറഞ്ഞ ഈ നഹ്വിന്റെ അടിസ്ഥാനത്തിലുള്ള അദാത്തും ഹർഫും മനാത്തികത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായ അദാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായ? വിശേഷം വരും. എങ്കിലും വായത്തുമാഫി, ഈ വിഷയ സംബന്ധമായി മൊത്തത്തിൽ വായത്തായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്? അന്ന ഇസ്തിലാഹ്, മനാത്തികത്തിന്റെ ഇസ്തിലാഹ് അതാ ലാ യുതാബിക്കോ, അത് ഒരിക്കലും യോജിക്കുകയില്ല ഈ ഇസ്തിലാഹി ദുഹാറ്റി, നഹ്വീങ്ങൾ ഇസ്തിലാഹി. ശരിയല്ല? കാരണം നഹ്വീങ്ങൾ ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്വന്തം മാനല്ല, മറ്റൊന്നിനോട് കൂടല്ലാതെ മാന ഉണ്ടാവില്ലെങ്കിൽ അത് ഹർഫ് എന്നാ പറയാ, അതാത്തെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവൻ നഹ്വി, അപ്പം ഈ മനാത്തിക്കത്തിന്റെ ഇസ്തിലാഹ്, അതായത് നഹ്വിന്റെ നഹ്വീങ്ങൾ ഇസ്തിലാഹിനോട് എന്താണ് യോജിക്കൂല. മനസ്സിലായില്ല? എങ്കിൽ വദാലിക, അങ്ങനെ യോജിക്കൂല എന്ന് പറഞ്ഞ കാര്യം അത് വയറു ലാസിമിൻ, അത് ലാസിമായ കാര്യമൊന്നുമല്ല. വദാലിക വയറു ലാസിം, അത് വയറു ലാസിമൊന്നുമല്ല. കാരണം എന്താ? ഈ എന്നെ നദറഹും, തീർച്ചയായിട്ടും നഹ്വീങ്ങളുടെ ചിന്ത അല്ല, നഹ്വീങ്ങളല്ല, മനാത്തികത്തിന്റെ. ഈ എന്നെ നദറഹും, തീർച്ചയായും മനാത്തികത്തിന്റെ ചിന്ത, ചില അൽഫാദി ലഫ്ളുകളെ സംബന്ധിച്ചുള്ള ചിന്ത, അത് ഏത് രൂപത്തിലൂടെയാണ്? മിൻ ഐസുൽ മായനാന്റെ ഭാഗത്തിലൂടെയാണ്. പിന്നെ ലഫ്ളിന്റെ വായിലിയ രൂപത്തിലൂടെ ആര് ചർച്ച ചെയ്യൂല? മനാത്തികൻ ചർച്ച ചെയ്യൂല. എന്നാൽ നദറൻ യുഹാറ്റി, നഹ്വീങ്ങളുടെ നദർ ഫിഹ, ലഫ്ളുകളെ സംബന്ധിച്ച് ചർച്ച ഉണ്ട്. പക്ഷെ അതെങ്ങനെ? പിന്നെ ലഫ്ലാണെന്ന ഭാഗത്തിലൂടെ തന്നെയാണ്. മനാത്തികത്ത് അങ്ങനെയല്ല. മനാത്തികത്ത് ലഫ്ലാണെന്ന ഭാഗത്തിലൂടെ അല്ല, ലഫ്ലിന് നമുക്ക് മാന ഉണ്ട്, ആ മാനാന്റെ അടിസ്ഥാനത്തിലൂടെയാണ്. അവൻ രണ്ടു കൂട്ടരുടെയും നെതിർന്ന് എന്ത് ചെയ്ത് ഫർക്ക് വന്നില്ല. അതെ, മിൻ ഐസുൽ ലഫ്ലു നഫ്സുഹു. എങ്കിൽ വൈന്ദ തഹായിരി ജിഹത്തൈ ബഅസൈനി, ഈ രണ്ട് ബഅസിന്റെയും ജിഹത്ത് തഹായുറായി എന്ന കാരണം കൊണ്ട് തന്നെ, അതായത് പിന്നെ നമ്മളെ മനാത്തിക്കത്തിന്റെ ഇസ്തിലാഹിന്റെ തരീഖൊന്ന് വേറെ, അതുപോലെ തന്നെ നഹ്വീങ്ങളെ ഇസ്തിലാഹിന്റെ തരീഖൊന്ന് വേറെ. രണ്ടും രണ്ട് തരീഖിലൂടെയാണ്. ഒന്ന് മാനാന്റെ ഭാഗത്തിലൂടെയാണ്,
മനാത്തികത്തിൻ്റെത് നഹ്വീങ്ങളുടേത് ലഫ്ലിന്റെ ഭാഗത്തിലൂടെയാണ്. അപ്പൊ ഈ രണ്ട് ഭാഗത്തിന്റെയും ജിഹത്തിൽ എന്തുണ്ട്? തഗായുർ. അപ്പൊ അതുകൊണ്ട് തന്നെ ലായൽസമോ ഒരിക്കലും നിർബന്ധമാകുക തതാബുക്കുൽ ഇസ്തിലാഹൈനി രണ്ട് ഇസ്തിലാഹ് യോജിച്ചു വരിക എന്നുള്ളത്. രണ്ട് ഇസ്തിലാഹും യോജിക്കുക. അപ്പൊ ഇത് രണ്ട് ഇസ്തിലാഹ് ഒന്നാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. പറഞ്ഞ മനസ്സിലായില്ല? മനാത്തിക്കത്തിന് പറയുന്ന ആ അഭിപ്രായം തന്നെയാണ് നഹ്വീങ്ങൾ പറയുന്നത്. നഹ്വീങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് മനാത്തിക്കത്ത് പറയുന്നത് എന്ന് പറയാൻ പറ്റൂല. കാരണം രണ്ടു കൂട്ടരുടെയും വയസ്സിന്റെ തെരീക്കിലൂടെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതവന് ലാ യൽസമു തതാബുക്കുൽ ഇസ്തിലാഹൈനി മനാത്തിക്കത്തിന്റെ ഇസ്തിലാഹും അതുപോലെ തന്നെ നുഹാത്തിന്റെ ഇസ്തിലാഹും തമ്മിൽ ഒരിക്കലും തതാബുക്ക് ലാസിമാവൂല. ഇനി വൈൻ സരുഹ ഇനി പറ്റി എന്തിനൊക്കെ പറ്റി? ഒരു മുഖ്ബർബിയായ ലഫ്ല പറ്റി. എന്തിനൊക്കെ പറ്റി? യുഖ്ബറ ബിഹി വഹദ അതുകൊണ്ട് ഖബർ അറിയിക്കപ്പെടാൻ പറ്റി. അപ്പൊ അപ്പൊ ഒരു പക്ഷെ എന്താവാം? ആ ലഫ്ലിന്റെ ഐഹത്ത് കൊണ്ട് അറിയിക്കാം. അപ്പൊ സീഗത്തിഹി സീഗ കൊണ്ടും അറിയിക്കാം. രണ്ടും ഒന്നെന്നാണ്. ഐഹത്ത് എന്ന് പറഞ്ഞാലും സീഗ എന്ന് പറഞ്ഞാലും ആ ലഫ്ലിന്റെ ആ സൂറത്താണ് അവിടെ ഉദ്ദേശം. അപ്പൊ ആ ഐഹത്ത് കൊണ്ട് അറിയിക്കും. എന്തിന്റെ മേൽ അറിയിക്കും? അലാ ജമാനി മുഅയ്യനിൻ മിനൽ അസ്മിനതി സലാസ മൂന്ന് കാലങ്ങളിൽപ്പെട്ടതായ ഒരു മുഅയ്യനായ കാലത്തിന്റെ മേൽ എന്ത് ചെയ്യും? അറിയിക്കും. മനസ്സിലായ? മൂന്ന് കാലങ്ങളിൽ നിന്നുള്ള ഒരു മുഅയ്യനായ കാലത്തിന്റെ മേൽ എന്ത് ചെയ്യും? അറിയിക്കും. ഒരു മുഅയ്യനായ കാലത്തിന്റെ മേൽ. അപ്പൊ ഉദാഹരണം പറയാം. ലറബ അതുപോലെ വയദീബു. ലറബ പോലെ യദീബു പോലെ. ഈ ലറബ എന്നുള്ളതും യദീബു എന്നുള്ളതും മാദിയായ സമാന്റെ മേലും അറിയിക്കുന്നുണ്ട്, മുസ്തഖ്ബലായ സമാന്റെ മേലും അറിയിക്കുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഓഹുവൽ കെലിമത്ത്. അപ്പൊ അത് കെലിമത്ത് എന്ന് പറയും. കെലിമത്ത് എന്ന് പറയും. ആരെ ഇസ്തിലാഹ് പ്രകാരമാണ്? നൈതികനല്ല, മനാത്തിക്കത്തിന്റെ ഇസ്തിലാഹ് പ്രകാരം. ഔലായതുല്ല എന്നെങ്കിൽ എന്ത് ചെയ്യില്ല? മുഅയ്യനായ സമാന്റെ മേൽ അറിയിക്കൂല. ഓവൽ ഇസ്മു അവന്റെ ഇസ്മു എന്നെന്ത് ചെയ്യും? പേര് പറയപ്പെടും. ഏതുപോലെ പിന്നെ അമ്രിൻ അമ്രി. എന്നാൽ വൽ മുറാദു ബിൽ ഐഹത്തി വ സീഗത്തി ഇവിടെ ഐഹത്ത് സീഗത്ത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള താല്പര്യം അൽ ഹൈഹത്തുൽ ആസിദത്തുൽ ഹുറൂഫി അർഫുകൾക്കുണ്ടാകുന്ന ഒരു രൂപമാണ്. അർഫുകൾക്കുണ്ടാകുന്ന രൂപം എന്ന് പറഞ്ഞാൽ ഒരു അർഫിനെ നമ്മൾ സംയോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഫാല ഫായിനെയും ഐനിനെയും ലാമിനെയും അതായത് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവുമ്പോഴാണ് ഈ ഫാല ഉണ്ടായിത്തീരുന്നത്. അത് നമ്മളാ പറഞ്ഞത് തന്നെ ഒരു ഹർഫിനക്ക് കരസ്ഥമാകുന്ന അയ്യത്ത് എന്ന്. മനസ്സിലായ? അതാണ് ഇവിടെ അയ്യത്ത് കൊണ്ടുള്ളതായ ഉദ്ദേശം. അതെങ്ങനെ ബിഇഅ്തിബാരി തഖ്ദീമിയ വ തഅഖീരിയ വ ഹറകാത്തിഹ വ സകനാത്തിഹ അതിന്റെ പിന്നെ ഹർഫുകളെ തഖ്ദീമിനെയും തഅഖീറിനെയും ഹറക്കാത്തിനെയും സകനാത്തിനെയും ഒക്കെ നോക്കണം. ഇപ്പൊ ഫഅല എന്ന് പറയുമ്പോൾ ആദ്യം ഫാന പറയണം, പിന്നെ ഐനെ പറയണം, ഞാൻ അവസാനം പറയണം. അതായത് അതേപോലെ ഫാഫീനിക്ക് ഹർക്കത്ത് ചെയ്യണം, ഐനുഫീനിക്ക് ഹർക്കത്ത് ചെയ്യണം, ലാംഫീനിക്ക് ഹർക്കത്ത് ചെയ്യണം. എങ്കിൽ വയ്യ ഈ ഐഹത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ കലിമത്തി വൽ ഹുറൂഫ്. സൂറത്തുൽ കലിമത്തി അതാണ് സത്യത്തിൽ പറഞ്ഞ ഒരു കലിമത്തിന്റെ രൂപം. ഒരു കലിമത്തിന്റെ സൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ പറയപ്പെട്ട ഐഹത്താണ്. ഐഹത്താണ്. മനസ്സിലായാൽ? വഹിയ സൂറത്തുൽ കലിമത്തി. അതോടുകൂടി വൽ ഹുറൂഫും അർഫുകളാകുന്നത് മാദത്തുഹ അതിന്റെ മാദകളാണ്, അതിന്റെ അജ്സാകൾ. കല അർഫോട് കൂടിയിട്ടാണല്ലോ ഏതുണ്ടാകുന്നത്? കലിമത്തിന്റെ സൂറത്ത് ഉണ്ടാകുന്നത്. ഈ ഹയവാനും നാത്തിക്ക് എന്ന് പറഞ്ഞ സാധനം അത് കലിമത്തിന്റെ സൂറത്താണ്. പക്ഷെ അതോടുകൂടി അതിന്റെ മാദ ഏതാണ്? ഹയവാനിലുള്ളതായ ഹർഫുകളും നാത്തിക്കിലുള്ള ഹർഫുകളും ഒക്കെ കൂടിയതാണ്. ഇനി വേറെ ചർച്ച. ഇനി വൈന്നമാ കയ്യത ഹദ്ദൽ കലിമത്തി. ഇവിടെ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കൈത് കൊടുത്തു. ഹദ്ദൽ കലിമത്തി കലിമത്തിനുള്ളതായ
പിന്നെ തഅരീഫിനക്ക് കൈത് കൊടുത്തു. എന്തുകൊണ്ടാണ് കൈത് കൊടുത്തത്? ബിഹ, അതുകൊണ്ട്. ഏതുകൊണ്ട്? ഈ നമ്മൾ പറഞ്ഞ ഈ അയ്ഹത്ത് കൊണ്ടിട്ട്. നമ്മളിപ്പോ അങ്ങനെയല്ലേ പറഞ്ഞത്? കലിമത്ത് എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞപ്പോ എങ്ങനെയാണ്? അങ്ങനെയാണല്ലോ. അയ്ഹത്ത് കൊണ്ട് അറിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്ഹത്ത് കൊണ്ട് മുഅയ്യനായ സമാന്റെ മേൽ അറിയിക്കുക. ശ്രദ്ധിക്കണം, അയ്ഹത്ത് കൊണ്ട് അറിയിക്കുക എന്നാണല്ലോ അവിടെ കലിമത്തിനക്ക് താരീഫിനക്ക് വൈന്നമാ കയ്യത കൊടുത്തത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നിനെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ലഫ്ലിനെ. എങ്ങനത്തെ ലഫ്ലാണ്? യദുല്ലു, അത് അറിയിക്കും. അല സമാനി, സമാനിന്റെ മേലെ അറിയിക്കും. പക്ഷെ ലാബി അയ്യത്തോണ്ടല്ല. ഒരു ലഫ്ലുണ്ട്, ആ ലഫ്ല് സമാനിന്റെ മേലെ അറിയിക്കും. പക്ഷെ അത് അയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യൂല? അറിയിക്കൂല. പിന്നെങ്ങനെ അറിയിക്കുക? ഹസ്ബി ജൗഹരിഹി, അതിന്റെ ദാത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹസ്ബി ജൗഹരി എന്ന് പറഞ്ഞാല് അതിന്റെ ദാത്ത്, ആ ദാത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? സമാന്റെ മേലെ അറിയിക്കുന്നത്. അയ്യത്ത് കൊണ്ട് അറിയിക്കൂല. ആ അയ്യത്ത് കൊണ്ട്, ആ പറഞ്ഞ അയ്യത്ത് കൊണ്ടല്ലാതെ ജൗഹറിന്റെ പിന്നെ ഹസ്ബിന്റെ അടിസ്ഥാനത്തില് അറിയിക്കുന്ന ലഫ്ള് അതൊരിച്ചും കലിമത്തിന് വരാനും പറ്റൂല. അറബി അബബി ഹസ്ബി ജൗഹരീമ മാദത്തി, ഒരു ഉദാഹരണം പറയൊക്കെ സമാനി, സമാനി പോലെ, വല്ലംസി, അംസി പോലെ, യൗമ് പോലെ, സുബൂഹ് പോലെ, വയൂക്ക് പോലെ. മനസ്സിലായില്ല? അതായത് സമാന്, അതുപോലെ തന്നെ അംസി, യൗമ്, സബൂഹ്, അതുപോലെ വയൂക്ക്. മനസ്സിലായില്ല? ഈ പറയപ്പെട്ട ലഫ്ളുകളുണ്ടല്ലോ, ഈ പറയപ്പെട്ട ലഫ്ളുകളൊക്കെ അതിന്റെ അയ്ഹത്ത് കൊണ്ട്. എങ്ങനെ? അയ്ഹത്ത് കൊണ്ട് എന്തിന്റെ മേലെ അറിയിക്കൂല? അയ്ഹത്ത് കൊണ്ട് ഏതിന്റെ മേലെ അറിയിക്കൂല? സമാന്റെ മേലെ അറിയിക്കൂല. സമാൻ എന്ന് പറഞ്ഞാലും അംസി എന്ന് പറഞ്ഞാലും യൗമു എന്ന് പറഞ്ഞാലും അയ്യത്ത് കൊണ്ട് അറിയിക്കൂല. പിന്നെ ഏതുകൊണ്ട് അറിയിക്കുക? അതിന്റെ ജൗഹറും അതിന്റെ മാദ്യം കൊണ്ടാണ് എന്ത് ചെയ്യുക? അറിയിക്കുക. മതെന്ന് പറഞ്ഞാല് ഇപ്പൊ യൗമാണെങ്കിൽ ആ യൗമിനിക്ക് യൗമിന്റെ മേലെ അറിയിക്കാനുള്ള ലഫ്ള് വേണം. അതുപോലെ സുബൂ ആവുമ്പോ അതിന്റെ മേലെ അറിയിക്കാനുള്ള ആ ലഫ്ള് വേണം. അതേപോലെ അതാ വരാൻ പോണം. ഏത് രൂപത്തില്? ഫൈനതല, ഈ പറയപ്പെട്ട സബാദ്, അസീൻ, അംസി പോലുള്ളതായ ഈ കലിമത്തുകൾ അറിയിക്കല് അല സമാനി, സമാനിന്റെ മേൽ അറിയിക്കല് ബി മവാദിഹ വ ജവാഹിരിഹ, അതിന്റെ മാദകളെ കൊണ്ടും ജവാഹിർ കൊണ്ടുമാണ്. പിന്നെ എന്തുകൊണ്ടല്ല? ലാബി അയ്യാത്തിഹ, അയ്യത്ത് കൊണ്ടല്ല. അപ്പൊ അയ്യത്ത് കൊണ്ടല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പായസത്തിൽ അതെന്ത് ചെയ്യില്ല? പുറത്തു. പക്ഷെ ബി ഖിലാഫിൽ കലിമാത്ത്, ഈ കലിമത്തുകൾ അങ്ങനല്ല. കലിമത്തുകൾക്ക് നേരെ എതിരാണ്. കലിമത്ത് അതിന് പെടില്ല. കാരണം വൈന ദലാലത്ത, തീർച്ചയായിട്ടും കലിമത്തുകൾ അറിയിക്കല് അല സമാനി, സമാനിന്റെ മേലിൽ കലിമത്തുകൾ അറിയിക്കല് ബി ഹസബി ഷാഹിയാത്തിഹ, അതിന്റെ അയ്ഹത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയിക്കല്. അങ്ങനെ സമാന്റെ മേലിൽ കലിമത്തുകള് അയ്ഹത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയിക്കല് അത് ഏതടിസ്ഥാനത്തിലാണ്? ബി ഷഹാദത്തി ഇഖ്തിലാഫി സമാനി ഇന്ദ ഇഖ്തിലാഫിൽ അയ്യത്ത്. അയ്യത്തിൽ ഇഖ്തിലാഫ് ഉണ്ടാവുമ്പോ സമാനിൽ അയ്യത്തുണ്ട്. പിന്നെ സമാനിൽ എന്തുണ്ടാവും? ഇഖ്തിലാഫ് ഉണ്ടാവും. ഇപ്പൊ ലറബ എന്ന് പറഞ്ഞപ്പോ അത് ഒരു പിന്നെ ഈ പ്രത്യേക അയ്യത്താണല്ലോ. അപ്പൊ അത് മാദിയ സമാന്റെ മേലെ അറിയിച്ചു. ഇനി ആ ദറബ മാറ്റി എതിരിബ് ആവുമ്പോ എന്ത് ചെയ്യും? അയ്യത്തിൽ വ്യത്യാസം വന്നു. അപ്പൊ അത് മുസ്തഖ്ബലിന്റെ മേലെ അറിയിച്ചു. അതുപോലെ വാരിബ് ഇസ്ബാന്റെ മേലെ അറിയിച്ചു. ഇരിജിബ് അമ്രാദിന്റെ മേലെ അറിയിച്ചു. യാതൊരിജിബ് അയ്യാദിന്റെ മേലെ അറിയിച്ചു. അപ്പൊ അയ്യത്തിന് വ്യത്യാസം വന്നു. അപ്പൊ അയ്യത്തിന് വ്യത്യാസം വരുമ്പോ എന്ത് ചെയ്യും? ഈ സമാന്റെ ഇഖ്തിലാഫിന്റെ മേലെ എന്ത് ചെയ്യും? അറിയിക്കും. ഇനി നമ്മൾ വേറെ വിഷയം പറഞ്ഞു. സത്യത്തിൽ വൈനിത്തഹദത്ത് മാദത്തു, അതിന്റെ മാദ ഒത്താലും ശരി, അത് വേറെ കാര്യം. മൈനിത്തഹദത്തിൽ മാദത്തു, മാദകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒക്കുന്നുണ്ട്. മാദ ഒത്താലും ശരി, നമുക്കത് പോരാ. നമ്മൾ അയ്യത്ത് കൊണ്ട് അറിയിക്കണം. അതുകൊണ്ടാണ് അവിടെ അയ്യത്ത് എന്നുള്ള ലഫ്ള് മുറ മുസ്ലിം റഹ്മത്തുള്ളാഹി കൊണ്ടുവരാൻ തന്നെ കാരണം. ഉദാഹരണം ഏതുപോലെ? ദറബ പോലെ, എറിജു പോലെ. കാരണം ദറബേലും എറിജിബിലും മാദൊക്കെ ഒന്നാണ്. പക്ഷെ അയ്യത്തിന് വ്യത്യാസമുണ്ട്.
അവളെ വിഷയം ഐഹത്തിന് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇത്തിഹാദി സമാനി, ഈ സമാന് മുത്തഹിദായിട്ട് വരും. ആ അടിസ്ഥാനത്തിലുമാണ് ഈ ഷഹാദത്ത് ഇഖ്തിലാഫിന്റെ അങ്ങനത്തെ അതുഫാണ്. ഇതിന്റെ ഇത്തിഹാദിൽ അയ്യത്ത് നോക്കുമ്പോ, കാരണം അയ്യത്ത് ഒന്നായി കഴിഞ്ഞാൽ സമാൻ ഒക്കും. പലാറബ നസറ അതൊക്കെ അയ്യത്ത് ഒന്നാണ്, സമാനും ഒന്നായി. മനസ്സിലായില്ല? ഇനി വൈദ്യത്തിലപത്തിൽ മാതത്വം, ഇനി മാത വ്യത്യാസപ്പെട്ടാലും ശരി, പലാറബ ത്വാലബ, ഈ ലറബയും ത്വാലബയും മാതയില് വ്യത്യാസമുണ്ട്, പക്ഷെ അയ്യത്തിന് വ്യത്യാസമില്ല. അയ്യത്ത് ഒത്തുകള്. അപ്പൊ അയ്യത്ത് ഒത്തു എന്ന കാരണം കൊണ്ട് സമാനും ഒത്തും. മനസ്സിലായില്ലേ? അപ്പൊ അയ്യത്താണ് അവിടെ വിഷയം. അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തഹരീഫ് പറഞ്ഞെടുത്ത്, കലിമത്തിന് തഹരീഫ് പറഞ്ഞെടുത്ത് അവിടെ അയ്യത്ത് എന്നുള്ളതായ ലഫ്ദിനെ കൊണ്ടുവരാനുള്ള കാരണം അതാണ്. അയ്യത്ത് എന്നുള്ള ലഫ്ദ് അവിടെ അത്യാവശ്യം, അത് കളയാൻ പറ്റൂല. കളയാൻ പറ്റാത്തൊരു കൈതാണ്. അവന് വേറെ ചോദ്യം. എന്താ ചോദ്യം എന്നറിയാം? ഫൈൻ കുൽക്ക, നീ പറഞ്ഞാല്, ഫൈൻ കുൽക്ക നീ പറഞ്ഞാല്, ഫഅലാഹാദ, ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കലിമത്ത് അതെന്ത് ചെയ്ത് സമാന്റെ മേലില് അറിയിച്ചു. എങ്ങനെ? ഐഹത്ത് കൊണ്ട് അറിയിക്കും. അപ്പൊ ഫഅലാഹാദ, ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നീ ചോദിക്കുകയാണെങ്കിൽ, യൽസമു യകൂനൽ കലിമത്തു, കലിമത്ത് ആവത് നിർബന്ധമാകും. മുറക്കബത്തൻ, കലിമത്ത് മുറക്കബായിട്ട് വരേണ്ടി വരും. കലിമത്ത് എന്നുള്ളത് മുറക്കബായിട്ട് വരേണ്ടി വരും. കാരണം എന്താ? ഇവര് പറഞ്ഞ കലിമത്ത് എന്നുള്ളത് അത് അറിയിക്കുന്നുണ്ട്, സമാന്റെ മേലെ അറിയിക്കുന്നുണ്ട്. മനസ്സിലായില്ല? ഐഹത്ത് കൊണ്ടും അറിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ഒരു കലിമത്ത്, ആ കലിമത്ത് സമാനിന്റെ മേൽ എന്ത് ചെയ്യണം? പിന്നെ ഐഹത്ത് കൊണ്ട് അറിയിക്കണം. അപ്പം ഐഹത്തുണ്ട് സമാനുണ്ട്. അപ്പൊ മുറക്കബായില്ലേന്ന് ചോദ്യം കൊണ്ടുവരുന്നു. ഫൈൻ കുൽത്ത, നീ പറഞ്ഞാൽ, ഫഅലാഹാദ, ഈ പറഞ്ഞ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് കലിമത്ത് എന്നുള്ളത് അത് സമാന്റെ മേലിൽ അയ്യത്ത് കൊണ്ട് അറിയിക്കണമെന്ന് പറഞ്ഞല്ല, ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യൽസമു നിർബന്ധമാകും. അയ്യക്കൂനാൽ കലിമത്ത് ആവല്, കലിമത്ത് ആവണം. എന്താവണം? മുറക്കബത്തെ, കലിമത്ത് മുറക്കബാവണം. മുറക്കബ് മനസ്സിലായില്ലേ? കാരണം എന്താ? ഈ ദലാലത്തി അസുലിഹ, അതിന്റെ അസുലും അറിയിക്കുന്നുണ്ട്, മാതയും അറിയിക്കുന്നുണ്ട്. അസുലും അറിയിക്കുന്നുണ്ട്, അതിന്റെ മാതയും അറിയിക്കുന്നുണ്ട്. അസിലും അറിയിക്കുന്നുണ്ട്, മാതയും അറിയിക്കുന്നുണ്ട്. എന്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്? ഹരസിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അസിലും മാത താനൊന്ന് പേടിച്ചാനൊന്നില്ല. അസില് എന്ന് പറഞ്ഞാലും മാത എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പൊ അസിലും അറിയിച്ചു, മാതയും അറിയിച്ചു, ഹരസിന്റെ മേൽ അറിയിച്ചു. അതേപോലെ അയ്യത്തിയാവ സൂറത്തിയാല സമാനി, അയ്യത്തും അറിയിച്ചു, സൂറത്തും അറിയിച്ചു, സമാന്റെ മേൽ അറിയിച്ചു. അറിയിച്ച് അവിടെ ഇപ്പൊ എന്ത് വരും? ലഫ്ദിന്റെ ജുസ് മാനാ ജുസിന്റെ മേൽ അറിയിക്കൽ വരുമോന്ന്. അതാണുള്ള വിഷയം. അതാണിപ്പോ ഇവിടെ നമ്മള് കലിമത്ത് മുറക്കബാണ് ചോദിക്കാനും കൊണ്ടുവരാനുള്ള കാരണം. കലിമത്ത് എന്നുള്ളത് മുറക്കബാണ് എന്ന് ചോദ്യക്കാരൻ കൊണ്ടുവരുന്ന അത് അടിസ്ഥാനത്തിലാണ്. കലിമത്തിന്റെ മാതയും മാത അതിന്റെ മേൽ അറിയിക്കുന്നു, അയ്യത്ത് സമാന്റെ മേലും അറിയിക്കുന്നു. അങ്ങനെ വെക്കുമ്പോ ഇവിടെ എന്തായി? ഫയക്കൂനു ജുസുഹാ, അവക്ക് ഒരു കലിമത്തിന്റെ ഒരു ജുസ് ആയി. ദാലന്നല ജുസി മാനാഹ, മാനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചു. എന്തിന്റെ മേൽ അറിയിച്ചു? ഒരു ലഫ്ദിന്റെ ആ കലിമത്തിന്റെ ജുസ് മാനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചു. നമ്മക്ക് തന്നെ ഇവിടെ പറയാ എന്തെന്ന്? അത് പരമവിഡിത്ത പറഞ്ഞത്. പരമവിഡിത്ത പറഞ്ഞപ്പോ നമ്മള് ഗുലാമുറജരി എന്ന് പറഞ്ഞ പോലാണപ്പോ അത്. ഗുലാമുറജരി, പുരുഷന്റെ അടിമ. അവിടെ എന്തുണ്ട്?
ലഫ്ദിന്റെ ജുസ് മാനാ ജുസിന്റെ മേൽ അറിയിക്കൽ വരുന്നുണ്ട്. അതുപോലത്തെ ഒരു ലഫ്ദിന്റെ ജുസ് മാനാ ജുസിന്റെ മേൽ അറിയിക്കുക എന്നുള്ളത് നമ്മളിപ്പോ ഈ പറഞ്ഞ കലിമത്തിലുണ്ടോ? അത് മാനവീയായ കാര്യല്ലേ? എത്ര വർത്താനപ്പ ഈ പറയുന്ന പേര് മനസ്സിലായില്ല. ഞാൻ നോക്കാൻ വെറുപ്പാ ഞാൻ കോരും. സാരി മറുപടി പറയുന്നുണ്ട്. എന്താ മറുപടി? അൽ മാന മിന തെർക്കീബ്. മനോ ഈ തെർക്കീബ് നിങ്ങൾ പഠിച്ചിട്ടില്ലാന്നതുകൊണ്ട് ഈ തെർക്കീബ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണെന്നറിയാം. അയ്യക്കൂന ഹുനാക്ക അജ്സാവും മുതറത്തിബത്തും മസ്മുഅ. അവിടെയാ വിഷയം. തെർക്കീബ് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? തെർക്കീബാകുന്ന മുറക്കബിൽ ഉണ്ടാവണം. അയ്യക്കൂന ഹുനാക്ക ഒരു മുറക്കബിൽ ഉണ്ടാവണം. അജ്സാവും മുതറത്തിബത്തായ ജുസുക്കൾ ഉണ്ടാവണം. മസ്മുഅത്തുൻ കേൾക്കപ്പെടുന്ന മുതറത്തിബത്തായ ജുസുക്കൾ അവിടെ ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗുലാമുർ റജിലി എന്ന് പറഞ്ഞില്ലേ, റാമിൽ ഇജാറത്തി എന്ന് പറഞ്ഞില്ലേ, അതാണ് സത്യത്തിൽ വയ്യ. ഈ ജുസുക്കൾ സത്യത്തിൽ ഏതാണ്? അൽ അൽഫാളാണ്. അൽഫാളാണ് വേണ്ടത്. മനസ്സിലായില്ലേ? വൽ ഹുറൂഫു വൽ അയ്ഹത്തു. മനസ്സിലായില്ലേ? അപ്പം ഈ ലഫ്ദുകളുടെ അടിസ്ഥാനത്തിലാണ് അറിയിക്കുന്നത്. എന്നാൽ വൽ ഹുറൂഫു വൽ അയ്യത്തു മാൽ മാദ്ദത്തി. അർഫുകളായാലും അല്ല, വൽ ഹുറൂഫു അർഫുകളുമാണ്. വൽ അയ്യത്തു മാൽ മാദ്ദത്തി. മാദ്ദയോട് കൂടിയുള്ള അയ്യത്ത് ഉണ്ടല്ലോ, ആ അയ്യത്ത് എന്തല്ല നമ്മള് ആ അയ്യത്താകുന്നത് മനസ്സിലായില്ലേ? ആ അയ്യത്താകുന്നത് ഇവിടെ പോയി മസാവത്തി ഇതേ രൂപത്തിലുള്ളതല്ല, ഇതേ മക്കാമിലുള്ളതല്ല. പല തെർക്കീബ് ഉണ്ടാവൂല. ഇത് ആയിരല്ലേ? അത് എന്ത് ചോദ്യമാണ് അപ്പൊ ചോദിച്ചതെന്ന് അറിയില്ല. മനസ്സിലായ? എന്നാൽ വത്തഖീദ് ഇവിടെ കൈത് കൊടുത്തത് ബിൽ മുഅയ്യനി മിനൽ അസ്മിനത്തി സലാസത്തി. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു മുഅയ്യനായ സമാനിന്റെ മേൽ അറിയിക്കാന്ന് പറഞ്ഞല്ലോ. മുഅയ്യനായ സമാനിന്റെ മേൽ അറിയിക്കാന്ന് പറഞ്ഞല്ല. അപ്പോഴാണ് കലിമത്ത് ഉണ്ടാകുക എന്ന് അറിഞ്ഞില്ലേ? അതൊന്നും ചർച്ച ചെയ്യണം. അതെ, വത്തഖീദ് ബിൽ മുഅയ്യനി മിനൽ അസ്മിനത്തി സലാസത്തി ലാ ദഖലഹു. സത്യത്തിൽ പറഞ്ഞാൽ ആ കൈദിൻക്ക് അവിടെ ആവശ്യമില്ല. പിന്നെ ഇഹ്തിറാസിന്റെ വിഷയത്തില് ഇഹ്തിറാസ് എന്ന് പറഞ്ഞാല് കലിമത്തിനെ കലിമത്തായിട്ട് വേർതിരിക്കുക, അതുപോലെ അദാത്തിനെ അദാത്തായിട്ട് വേർതിരിക്കുക, അതുപോലെ ഇസ്മിനെ ഇസ്മായിട്ട് വേർതിരിക്കുക, മൂന്നുമായിട്ട് വേർതിരിക്കുകയാണ്. അത് വേർതിരിക്കുന്ന വിഷയത്തില് ഇഹ്തിറാസ് ചെയ്യുന്ന വിഷയത്തില് ഈ മുഅയ്യനായ സമാന്റെ മേൽ അറിയിക്കുക എന്നുള്ളതിന്റെ ആവശ്യം അവിടെ ഇല്ല. സത്യത്തിൽ ഇല്ലാത്തവർ കിട്ടുന്നതാണ്. പക്ഷെ ഇല്ല അന്നവും. പക്ഷെ കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും ആ പറഞ്ഞതായ കൈതുണ്ടല്ലോ, ആ കൈതുൻ ഹസനുൻ, അത് നല്ല കൈതാണ്. അത് മോശമായ കൈതൊന്നല്ല, നല്ല കൈതന്നാണ്. കാരണം ഈ അന്നൽ കെലിമത്ത, തീർച്ചയായിട്ടും ഒരു കെലിമത്ത് ലാ തെക്കൂനു, ആ കെലിമത്ത് ആവുകയില്ല, ഇല്ല കദാലിക്ക, ഇപ്രകാരമല്ലാതാവൂല. നമ്മളിപ്പോ ഈ പറഞ്ഞ രൂപത്തിലല്ലാതെ മുഅയ്യനായ സമാന്റെ മേൽ അറിയിക്കാതൊരു കെലിമത്ത് വരൂലാന്ന്. അപ്പൊ അതുകൊണ്ട് വഫീഹി മസീദു ഈവായി, അപ്പൊ അതുകൊണ്ട് അതിലൊരു കൂടുതലൊരു വിശദീകരണം ഇതിലുണ്ട്, വിവരണം അതിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടത് പിന്നെ നിർബന്ധമായ കൈതല്ലെങ്കിലും ആ കൈത് കൊണ്ട് ഫായിദ അവിടെ ഉണ്ട്. എന്നാ വജുഹു തസ്മിയത്തി, ഇനി തസ്മിയത്തി പേര് വെച്ചതിന്റെ ന്യായീകരണം. അമ്മാബിൽ അദാത്തിനിക്ക് അദാത്ത് എന്ന് പേര് വെച്ചില്ലേ, അതിന് കാരണം എന്താ? വലിയ ആലത്തും ഈ പറഞ്ഞതായ അദാത്ത് എന്നുള്ളത് ഒരു ആയുധമാണ്. ഈ തെർക്കീബിൽ അൽഫാദി ലഫ്ദുകളെ പിന്നെ ക്രോഡീകരിക്കുന്നതിൽ ബാദിനോട് ക്രോഡീകരിക്കുന്ന വിഷയത്തില് അദാത്തിനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് എന്ത് വെച്ചത്? ഈ അദാത്തിനിക്ക് പിന്നെ അദാത്തിനെ സംബന്ധിച്ച് അദാത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം. ഇനി ഇപ്പൊ അമ്മാബിൽ
കെലിമത്ത് കൊണ്ട് പേര് വെച്ചതെന്താ? ഫജന്നാ, ഈ കെലിമത്ത് എന്നുള്ളതിനെ കെൽമി, അത് കെൽമിൽ നിന്ന് വന്നതാണ്. കെലിമ എന്ന് പറഞ്ഞാൽ അൽ ജുറുഹു, മുറിവാക്കുക എന്നാണ്. അപ്പൊ ഈ കെലിമത്തിനായതുപോലെയായി ലമ്മ ദല്ലത്ത് അല സമാനി, അത് സമാനിന്റെ മേൽ അറിയിക്കുമ്പോ ഓവ മുത്തജദ്ദിദുൻ, മനസ്സിലായില്ലേ? അതൊരു പുതിയ ഒരു രൂപത്തിൽ അത് വരും. മുൻസ്വരിമുൻ, അത് മറ്റൊരു ലഘുവിനെ തൊട്ട് അത് വേർതിരിഞ്ഞു വരികയും ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ മുൻസ്വരിമുൻ ഏത് രൂപത്തില്? തകല്ലമൽ ഖാതിറു ബിത്തഗ്യീരി മഅനഹാ, തകല്ലമൽ ഖാതിറു, മനസ്സ് മന്ത്രിക്കും. എങ്ങനെയാ മന്ത്രിക്കുക? ബിത്തഗ്യീരി മഅനഹാ, ആ കലിമത്തിന്റെ മാനാനെ വേർതിരിക്കൽ കൊണ്ടിട്ട്, കലിമത്തിന്റെ മാനാനെ എന്തിയെ കൊണ്ട്? വേർതിരിക്കൽ കൊണ്ടിട്ട്. അപ്പൊ അതടിസ്ഥാനത്തിലാണ് കലിമത്ത് എന്ന് പേര് വെച്ചത്. എന്നവ അമ്മാമിൽ ഇസ്മി, ഇസ്മിന് പേര് വെക്കാനുള്ള കാരണം എന്താണ്? ഇസ്മി എന്ന് പറഞ്ഞാൽ അയലാ മർത്തബത്തൻ സായിരി അൻവായിൽ അൽഫാദി, ലഫ്ലിന്റെ ഇനങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്നതാണ്. അപ്പൊ ഉയർന്നത് എന്നുള്ള പേരുണ്ടല്ലോ ഇസ്മിനിക്ക്, മാന, അതടിസ്ഥാനത്തിൽ ഫയക്കൂനു, അപ്പൊ ഇസ്മ ആകും മുസ്തമിലൻ അലാ മാന സുമുവി, അഥവാ ഉയരുക എന്ന മാനാന്റെ മേൽ അത് ചുറ്റും. ഓവൽ ഉലൂവ്, ഈ ഉയരുക എന്ന് പറഞ്ഞാൽ, സുമുവ് എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്നാണ്. അല്ലാഹു അഅലം. ഖൗലുഹു തആല, ഖൗലുഹു പേജ് 23. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. തആല അനിൽ ജിൻസി വൽ ജിഹാദ്, ജിൻസിനെ തൊട്ടും ജിഹാദിനെ തൊട്ടും അല്ലാഹു തആല മേലെയായിരിക്കുന്നു. വഹാദ, ഈ പറഞ്ഞ വിഷയം ഏത്? അല്ലാഹു തആല ജിൻസിനെ തൊട്ടും ജിഹാദിനെ തൊട്ടും അല്ലാഹു മേലെയായി എന്നുള്ള വിഷയം തസ്രീഹൻ, അത് വ്യക്തമാക്കലാണ്. ലിമാ, ഒരു വിഷയത്തെ, ലിമാ അത് അറിയപ്പെട്ടിരിക്കുന്നു, ഇന്ന നിലക്ക് അറിയപ്പെട്ടിട്ടുണ്ട്. ഏതിൽ നിന്ന്? മിൻ കൗലിഹി ലാ യുഹദ്ദു എന്നുള്ള കോലിൽ നിന്ന്. കാരണം എന്താ? അല്ലാഹു തആല ഹദ്ദ് പറയപ്പെടില്ല. ഹദ്ദ് പറയപ്പെടുകയാണെങ്കിൽ എനിക്ക് ജിൻസ് വേണം, ഫസല് വേണം. അപ്പൊ ഹദ്ദ് പറയപ്പെടാത്ത ഒന്നില് ജിൻസ് ഉണ്ടാവില്ല, ഫസലും ഉണ്ടാവില്ല. അപ്പൊ അല്ലാഹു തആലാക്ക് എന്തുണ്ടാവില്ല? ജിൻസ് ഉണ്ടാവില്ല. അതേപോലെ അല്ലാഹു ലാ യുഹദ്ദു വലാ യുതസവ്വർ, അല്ലാഹു തആലാക്ക് തസവ്വറാക്കപ്പെടാൻ പറ്റൂല. അപ്പൊ അല്ലാഹു തആലാക്ക് ജിഹത്തും ഉണ്ടാവില്ല. അപ്പൊ അല്ലാഹു തആലാക്ക് ജിൻസുമില്ല, ജിഹത്തുമില്ല. അതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ലാ യുഹദ്ദു എന്നതിൽ നിന്ന് ഇന്ന നിലക്ക് അറിയപ്പെട്ടതാണ്. അവന് വേറെ ചോദ്യം, ഇന്ന നിലക്ക് എന്ന് അറിഞ്ഞത്? ലാ യുഹദ്ദു എന്നുള്ള കൗലിൽ നിന്ന് ഇന്ന നിലക്ക് അറിയപ്പെട്ടതാണെന്ന് പറയാൻ കാരണം എന്താ? അതിന് കാരണം എന്ത്? ലാ യുഹദ്ദുല് ഹദ്ദ് പറയപ്പെടൂല എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. ലാഹിറിന്റെ അടിസ്ഥാനത്തില് അവിടെ ഏത് പറഞ്ഞിട്ടില്ല? ജിൻസില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹു തആലാക്ക് ജിൻസില്ല, ജിഹത്തില്ല എന്ന് എന്ത് ചെയ്തില്ല? ലാഹിറ നിലക്ക് അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ പറഞ്ഞ വിഷയം എന്താ ഉള്ളൂ? ഹദ്ദ് പറയപ്പെടൂല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഹദ്ദ് എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. കാരണം ഹദ്ദ് പറയപ്പെടാത്തതായ ഒരു വസ്തു, എന്തായില്ല, ഹദ്ദ് പറയപ്പെടാത്തതായ ഒരു വസ്തു, അതിന് ഏതുണ്ടാവൂല? ജിൻസ് ഉണ്ടാവൂല. ഹദ്ദ് പറയപ്പെടാത്തൊരു വസ്തുവാണെങ്കിൽ അതിന് ഏതുണ്ടാവൂല? ജിൻസ് ഉണ്ടാവൂല. അപ്പൊ അല്ലാഹു തആല ഗൈറു മഹദൂദാണ്. അല്ലാഹു ഗൈറു മഹദൂദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാക്ക് ജിൻസ് ഉണ്ടാവില്ല. അപ്പൊ ജിൻസ് ഇല്ലാത്ത ഒരു മൗജൂദാണ് ഏത്? അല്ലാഹു തആല. അതിപ്പോ നമ്മളിപ്പോ ഈ ജിൻസിലേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇസ്തിലാഹിയായ മാനപ്പ ഉദ്ദേശിച്ചത്. മനാത്തിക്കത്തിന്റെ അടുക്കലുള്ള ഇസ്തിലാഹിയായ മാന ഉണ്ടല്ലോ, അതാണ് ഇസ്തിലാഹിയായ മാന. മാഹുവന്റെ ജവാബില് ഹക്കീക്കത്ത് വ്യത്യാസപ്പെട്ട പലതിന്റെ മേൽ പറയാൻ പറ്റുന്ന കുല്ലി, ഹക്കീക്കത്ത് വ്യത്യാസപ്പെട്ടതായ പലതിന്റെ മേലില് മാഹുവന്റെ ജവാബിൽ പറയപ്പെടാൻ പറ്റുന്ന ഒന്ന്. ഇപ്പൊ ഹയവാനിൽ ഏതുണ്ട്? അതായത് ഹയവാൻ നാത്തിക്കുണ്ട്, ഹയവാൻ വൈറ് നാത്തിക്കുണ്ട്. അപ്പം വ്യത്യാസപ്പെട്ട മാപ്പിന ഹക്കീക്കത്തുകള് മായിയത്തുകൾ അധികമുണ്ട്. അപ്പൊ അതാണ് ഇസ്തിലാഹിയായ. അപ്പൊ ഇസ്തിലാഹിയായ മാന ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ അല്ലാഹു തആലാക്ക് ജിൻസില്ല എന്ന് പറഞ്ഞത്. അല്ല,
ഇനി ഔ യുറാദു ബിൽ ജിൻസി, ഈ ജിൻസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടാം മിസിലിനെ ഉദ്ദേശിക്കപ്പെടാം. നമ്മൾ പറയും ലാ മിസില ലഹു വലാ ശരീക ലഹു വലാ നിദ്ദ ലഹു. കണ്ട, അല്ലാഹു തആലാക്ക് മിസിലില്ല, അതുപോലെ അല്ലാഹു തആലാക്ക് ശരീക്കില്ല, അല്ലാഹു തആലാക്ക് മറ്റൊരു സഹായകനില്ല, ഒരു മുഈൻ അല്ലാഹു തആലാക്കില്ല എന്നൊക്കെ നമ്മൾ സാധാരണയിൽ പറയാറുണ്ടല്ലോ. അപ്പൊ ആ മിസില്, അപ്പൊ ജിൻസ് എന്ന് പറഞ്ഞാൽ ആ മിസിൽ യഥാർത്ഥത്തിൽ ജിൻസിന്റെ മാന മിസില് എന്ന് മിസിലിനെ ഒരിക്കലും ജിൻസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടാൻ പറ്റില്ല. പക്ഷെ ലുഗവിയ മാന, ലുഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജിൻസ്, അപ്പൊ ആ മാനാണ് അവിടെ എന്ത് ചെയ്തത് ഉദ്ദേശിച്ചത്. എന്നാൽ വഖദ് മറ ബയാനുഹു, ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. എന്ന ഓഹുവ, ഈ പറഞ്ഞതായ വിഷയം, ഏത് പറഞ്ഞ വിഷയം? ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ജിൻസ് എന്ന് പറഞ്ഞത് കൊണ്ട് മിസിലിനെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ മിസിൽ ഉദ്ദേശിക്കാൻ പറ്റൂല. കാരണം എന്താ? ഇതിപ്പോ കലാമിന്റെ മുഖദ്ദിമകളാണ് അതിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ജിൻസും ഇതുപോലുള്ളതൊക്കെ കലാമിന്റെ കിതാബിന്റെ മുഖദ്ദിമകളാണ്. അപ്പൊ ഈ മുഖദ്ദിമ എന്ന് പറയുമ്പോൾ മുഖദ്ദിമയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് വിഷയവുമായി ബന്ധപ്പെട്ടതായ പദങ്ങളെ എവിടെ കൊണ്ടുവരണം? ആമുഖത്തിൽ കൊണ്ടുവരണം. ആമുഖത്തിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പൊ ഈ ആമുഖത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ബറാഅത്തുൽ ഇസ്തിദാദ് എന്ന് പറയാം. അപ്പൊ ഈ ബറാഅത്തുൽ ഇസ്തിദാദ് ഉണ്ടാവും, മനസ്സിലായ? അപ്പൊ ഈ ബറാഅത്തുൽ ഇസ്തിദാദിന് എതിരാണ്. കാരണം ബറാഅത്തുൽ ഇസ്തിദാദാവും മനാസികത്തിന്റെ അടുക്കൽ ഇസ്തിലാഹിലുള്ളതായ പദങ്ങളല്ലേ ആമുഖത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും മാനവീയ ജിൻസ് കൊണ്ട് മാനവീയ മാന ഉദ്ദേശിച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി അത് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ബറാഅത്തുൽ ഇസ്തിദാദ് ഉണ്ടാവില്ലല്ലോ. വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരണ്ടേ, അപ്പോഴല്ലേ ബറാഅത്തുൽ ഇസ്തിദാദ് ഉണ്ടാകുന്നത്. അതാണ് വഹുവ ഖിലാഫു ഖാനൂനിൽ ബറാഅത്തി. പക്ഷെ ഇല്ല യുക്കാല, പക്ഷെ നമുക്ക് അവിടെ പറയപ്പെടാം. മറുപടിയാണത് അൽ ഈഹാമു യക്ഫീ ലിൽ ബറാഅ പോലെ. ഈഹാമ് അതായത് എന്നത് ബറാഅത്തിന് മദീന്. ഇപ്പൊ നമ്മൾ ബറാഅത്തുൽ ഇസ്തിദാദ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഈ ബറാഅത്തുൽ ഇസ്തിദാദ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയൊരു സൂചന കിട്ടിയാൽ മതിയെന്ന്. അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ബറാഅത്തുൽ ഇസ്തിദാദ് എന്ന് പറഞ്ഞത് എന്താണ്? വിഷയവുമായി ബന്ധപ്പെട്ട പിന്നെ അതിലേക്ക് സൂചകമായ ചില പദങ്ങൾ ആമുഖത്തിൽ കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പൊ തന്നെ ബറാഅത്തുൽ ഇസ്തിദാദ് ഉണ്ടാവുമല്ലോ. അപ്പൊ ലുഗവിയ മാനാക്കുള്ള ബറാഅത്തുൽ ഇസ്തിദാദ് ഇവിടെ ഉദ്ദേശിച്ചാൽ മതി. അതാണ് ഏത് ഇഹാം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ പ്രശ്നം വരില്ല. അപ്പൊ ജിൻസ് കൊണ്ടുള്ള ഉദ്ദേശം മിസിൽ എന്ന് പറഞ്ഞാലും പ്രശ്നം വരുന്നില്ല. ജിൻസിന്റെ ഉദ്ദേശം മിസിലാണ് എന്ന് പറഞ്ഞാലും പ്രശ്നം വരുന്നില്ല. ഇനി വൽ മുറാദു ബിൽ ജിഹാദി, വൽ മുറാദു എന്നാൽ ഉദ്ദേശമാകുന്നത് ബിൽ ജിഹാദി, ജിഹാദ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഏതാവാം? ഇമ്മൽ ജിഹാദു സിത്തുൽ, 6 ജിഹത്തിന്റെ ഇസ്മുകളാവാം. 6 ജിഹത്തിന്റെ ഇസ്മു എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതായത് ഫൗഖു, തഹ്തു, ഖുദ്ദാമ്, ഖൽബ്, യമീന്, ഷിമാൽ. മനസ്സിലായ? അതെ, ഇതാണ് ഏത് ജിഹാദു സിത്ത്. അതുപോലെ തന്നെ അതിൽ ഇംതിദാദാത്തു സലാസത്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 3 ഇംതിദാദുകൾ ഉദ്ദേശിക്കും. തൂല്, അർദ്, ഉംഖ്. തൂല്, അർദ്, ഉംഖ്. ഈ 2 ഉദ്ദേശിച്ചാൽ മതി. അതൊക്കെ ജിഹത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. 6 ജിഹത്തിന്റെ ഇസ്മുകളും ജിഹത്തിന്റെ മേൽ അറിയിക്കും. തൂല്, ഉംഖ്, അർദ് അതും ജിഹത്തിന്റെ മേൽ അറിയിക്കും. മനസ്സിലായില്ല? അപ്പൊ അത് ഉദ്ദേശിച്ചാൽ മതി. എന്നാൽ വഹിയ, ഇവകളൊക്കെ ഏത്? ഈ പറയപ്പെട്ടതായ 6 ജിഹത്തിന്റെ ഇസ്മുകളും അതുപോലെ തന്നെ 3 ഇംതിദാദുകളുമാകുന്നത് കുല്ലുഹാ, ഇവകൾ മുഴുവനും മിൻ ഖവാസിൽ അജ്സാം, അവകളൊക്കെ ജിസ്മുകൾ പ്രത്യേകതപ്പെട്ടതാണല്ലോ. കാരണം ജിസ്മുകൾക്കാണല്ലോ ഇതൊക്കെ ഉണ്ടാവല്. തൂല്, അർദ്, ഉംഖ്, അതുപോലെ പിന്നെ മറ്റുള്ള 6 ജിഹത്തിന്റെ ഇസ്മു ഫൗഖ്, തഹ്ത്, ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകുന്നത് ജിസ്മുകൾക്കാണ്. എന്നാ വഹുവ തആല, അല്ലാഹു ആകുന്നത് ബരീഉൻ, അല്ലാഹു ഒഴിവായവനാണ്.
അനിൽ ജിസ്മിയാകുക എന്നുള്ളതിനെ തൊട്ട് അള്ളാഹു തആല ഒഴിവാകും. അല്ലത്തി എന്നത് ജിസ്മിയത്താണ്. തഖ്ബലുൽ ഇൻഫിസാല വൽ ഇൻഇദാമ, അത് ഇൻഫിസാലിനെയും ഇദാമിനെയും സ്വീകരിക്കും. കാരണം ഒരു ജിസ്മിയെ തന്നെ നമ്മൾ ഛേദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഛേദിക്കുമ്പോ എന്താവാം, അത് പിന്നെ മുൻഅരിമായി മുൻഫസിലായി പോയില്ലേ. ഇനി മുൻഅരിമാക്കാം ഒരു വസ്തു, ഒരു ജിസ്മ്, ആ ജിസ്മിനെ എന്ത് ചെയ്ത് നമ്മള് മുറിച്ച് അതിനെ ഇല്ലാതങ്ങനാക്കിയെന്ന്. അപ്പോൾ എന്ത് പറയാ, ഈ ജിഹത്ത് പോയി ഇദാമിനെ സ്വീകരിക്കാന്ന് പറഞ്ഞില്ലേ, അതാണ്. എന്നാൽ ഓരോ ഫർളൻ, അത് ഫർള നിരക്കായാലും ശരി. എന്തേ പറഞ്ഞത്? ഓരോ ഫർളൻ, അത് ഫർള നിരക്ക് ആയാലും ശരി. ഫർള നിരക്ക് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് അറിയാം. അതായത് ഇപ്പൊ ഇൻകിസാമിനെ സ്വീകരിക്കുമെന്ന് പറയുന്നത് അത് ഫർള നിരക്കായാലും എന്ന് പറഞ്ഞാല് ഇത് സത്യത്തിൽ പറഞ്ഞത് പിന്നെ ഫലാസിഫത്തിന്റെ വാദത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഫലാസിഫത്തിന്റെ വാദം. കാരണം ഫലാസിഫത്തിന്റെ വാദം ഏതാണ്? ഈ ജുസൂല്ലാഹിദ ബാത്തിലാണെന്ന. കാരണം അവർക്ക് അടിസ്ഥാനത്തിൽ ജുസൂല്ലാഹിദ വേണ്ട, ജുസൂല്ലാഹിദ ബാത്തിലാണ്. എന്നാൽ മുതകല്ലിമീങ്ങൾ എടുക്കൽ അങ്ങനെയല്ല. മുതകല്ലിമീങ്ങൾ എടുക്കൽ ജുസൂല്ലാഹിദ ഉണ്ട്. മുതകല്ലിമീങ്ങൾ പറഞ്ഞെന്താണ്? ലോകത്തുള്ള എല്ലാ ജിസ്മുകളും ഏതിനാൽ മുറക്കബായതാണ്, അതായത് കുറെ ജുസൂല്ലാഹിദകളാൽ എന്താണ് മുറക്കബായതാണ് എന്നാ. കുറെ ജുസൂല്ലാഹിദകളാൽ എന്താണ് മുറക്കബായതാണ് എന്നാണ് ആരുടെ വാദം? പിന്നെ മുതകല്ലിമീങ്ങളെ വാദം അതാണ്. മനസ്സിലായ? അപ്പൊ അതവരോ ഫർള നിലക്കായാലും ശരി. ഇനി ഫർള നിലക്ക് എന്തിനാ പറഞ്ഞത്? അതാ ചോദ്യം. അത് പറയാൻ എന്ത് ചെയ്ത് ഇവിടെ നമ്മളിപ്പോ ജിസ്മ് ഇൻകിസാമിനെ സ്വീകരിക്കാന്ന് പറഞ്ഞില്ലേ. ആ ഇൻകിസാമിനെ സ്വീകരിക്ക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്, അതായത് ഇൻഫിസാലിനെയും അത് സ്വീകരിക്കും, ഇദാമിനെയും സ്വീകരിക്കും. ഇൻഫിസാലിനെ സ്വീകരിക്കും എന്നുള്ള ആഹിറാണ്. ഇദാമിനെ സ്വീകരിക്കുമെന്നത് ഫർള നിലക്കാണ്. ഫർള നിലക്ക് എന്ന് പറഞ്ഞാൽ അത് വഹ്മിയായ രൂപത്തിൽ, അതായത് അഖ്ലിയായ കിസ്മത്തും അതിൽ പെടും, വഹ്മിയായ കിസ്മത്തും പെടും. അഖ്ലിയായ രൂപത്തിലുള്ള കിസ്മത്തും പെടും, വഹ്മിയായ രൂപത്തിലുള്ള കിസ്മത്തും പെടും. അതിനൊക്കെയാണ് അവിടെ ഫർള നിലക്ക് എന്ത് ചെയ്തത് പറഞ്ഞത്. അത് തന്നെ എങ്ങനെ മുതാബിക്കൽ വാക്കിനോട് യോജിച്ചതായ രൂപത്തിൽ. കാരണം എന്താ? ഒരു ജിസ്മ് ലോകത്ത് ഹാരി മൗജൂദായാൽ അതിൽ ഏത് രൂപത്തിലേ വരുള്ളൂ. മനസ്സിലായ? ഖൗലുഹു, മുസന്നിഫിന്റെ ഖൗല്, ജഅലൽ കുല്ലിയാത്തി വൽ ജുസിഇയാത്തി, അല്ലാഹു തആല കുല്ലിയാത്തിനെയും ജുസിഇയാത്തിനെയും അല്ലാഹു തആല ഉണ്ടാക്കിയിരിക്കും. ഇതാണ് ഇനി ചർച്ച. തഫ്സീലുൽ മഖാം, ഈ മഖാമിനെ ഒന്ന് എന്ത് ചെയ്യുക, വിശദീകരിക്കുക. ഇപ്പൊ നമ്മൾ പറയാൻ പോണ മഖാമിനെ എന്ത് ചെയ്യുക, വിശദീകരിക്കുക. കാരണം ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജഅലൽ കുല്ലിയാത്തി വൽ ജുസിഇയാത്തി എന്നതിനെ വിശദീകരിക്കലാണ് ഇപ്പൊ ശാരീന്റെ മുറാദുള്ളത്. ആ മുറാദുള്ളിടത്തുള്ള പിന്നെ പല ബഹസുകളുണ്ട്. അതിൽപ്പെട്ടൊരു ബഹസാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത്? ഈ ലോകത്തുള്ളതായ എല്ലാ വസ്തുക്കളായാലും, ഏത് ലോകത്തുള്ള ഏത് വസ്തുക്കളായാലും ആ വസ്തുക്കൾ മുഴുവനും ആ വസ്തുക്കൾക്ക് ജായിദ് വേണം, ഒരു ഖാലിഖ് വേണം. ആ ജായിദും ഖാലിഖും ആരാണ്? അത് വാജിബുൽ വജൂദായ അല്ലാഹു തആലയാണ്. വാജിബുൽ വജൂദായ അല്ലാഹുവാണ്. അവ സത്യത്തിൽ പറഞ്ഞ ലോകത്തുള്ള എല്ലാ പിന്നെ അജിസാകളും, അല്ലാഹുത്തുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ ജുസുക്കളും ഏതിന്റെ മേലെ അറിയിക്കുന്നു? ജായിദിലേക്ക് ആവശ്യമാണ് എന്നെന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. കാരണം ഖാലിദ് മൗജൂദാണോ? ഖാലിദ് മൗജൂദാണെങ്കിൽ അത് ജായിദിന്റെ ജായിദ് കൊണ്ടല്ലാതെ ഉണ്ടാവില്ല. കാര്യം ഉറപ്പാണ്. ജായിദിന്റെ ജായിദ് കൊണ്ട് ലോകത്തുണ്ടാവണമെങ്കിൽ, ലോകത്തുണ്ടായതാണോ അത് ജായിദിന്റെ ജായിദ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ? ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞ തഫ്സീലുൽ മഖാമി. ഈ മഖാമിനൊന്ന് തഫ്സീലാക്കുക, അതൊന്ന് വിശദീകരിക്കുക. വതഹ്ഖീഖുഹു, അതിനൊന്ന് തഹ്ഖീഖാക്കുക, വസ്തുനിഷ്ഠമാക്കി മനസ്സിലാക്കി തരാം. എന്താണ്? അന്ന ഹഖീഖത്തുൽ വജൂദി,
തീർച്ചയായിട്ടും വുജൂദിന്റെ ഹഖീഖത്ത്. ഈ വുജൂദ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഹഖീഖത്ത് ഉണ്ടാവുമല്ലോ. വുജൂദ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഹഖീഖത്ത് ഉണ്ടാവും. ആ വുജൂദിന്റെ ഹഖീഖത്ത് എന്താണ്? ലൈസ, അത് അല്ല. ഇല്ല നഫ്സ സൈറൂറത്തി ദാത്തി, ഒരു ദാത്ത് ആവുക എന്ന ആ നഫ്സ് അല്ലാതല്ല. എന്ന് വെച്ചാൽ ഒരു ദാത്ത് ആവുക എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഹഖീഖത്തുൽ വുജൂദ് എന്ന് പറയാം. അത് ദാത്ത് ആവുക. അതേപോലെ വവുഖൂഅഹ, മനസ്സിലായില്ലേ? അതിന്റെ വവുഖൂഅഹ ലൈസ, അത് അല്ല. ഇല്ല നഫ്സ വവുഖൂഅഹ, അത് ആ ദാത്ത് എന്ത് ചെയ്യുക? സംഭവിക്കുകയും ചെയ്യുക. എവിടെ സംഭവിക്കുക? ഫീ ളർഫിമ്മ, ഏതെങ്കിലും വെർഫിൽ എന്ത് ചെയ്യുക? സംഭവിക്കുക. വെർഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം ഏതാണ്? ഇവിടെ ഖാരിജില് അല്ലെങ്കിൽ ദിഹിനില്. കാരണം അജിസാവിന് ജിസുക്കൾ ഇപ്പതാണ്. ഒരുപക്ഷെ ദിഹിനിയ അജിസാവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഖാരിജിയ അജിസാവും. ഈ രണ്ടാമൊന്നല്ലേ ഉണ്ടാവുള്ളൂ. ഖാരിജിയ അജിസാവ് അല്ലെങ്കിൽ ദിഹിനിയായ അജിസാവ്, ഇതാണല്ലോ ഉണ്ടാവുക. അല്ലാത്ത വേറെ ജുസ് ഉണ്ടാവില്ലല്ലോ. അതാ വന്നിട്ട് ഈ വെർഫിമ്മ, വെർഫിലുണ്ടാവുക. ഏതെങ്കിലും വെർഫിൽ ഉണ്ടായാൽ മതി. അപ്പൊ ശരിക്കും പറഞ്ഞപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത്? എന്ത് പറഞ്ഞ്? അതായത് ഒരു വസ്തുവിന്റെ യഥാർത്ഥ വുജൂദ് എന്ന് പറഞ്ഞാൽ, വുജൂദിന്റെ ഹഖീഖത്ത്, വുജൂദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹഖീഖത്ത് എന്താണ്? ആ വസ്തു ഒരു പക്ഷെ എന്ത് ചെയ്യുക? ഖാരിജിൽ ഉണ്ടാകുക അല്ലെങ്കിൽ ദീനിൽ ഉണ്ടാകുക. ഇതാണ് യഥാർത്ഥത്തിൽ വുജൂദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹഖീഖത്ത്. വുജൂദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹഖീഖത്ത് അതാണ്. മനസ്സിലായില്ലേ? എന്നാൽ മുതാബഖുൽ ഹുക്മി, മനസ്സിലായില്ലേ? മുതാബഖുൽ ഹുക്മി ബിഹി, അതോടുകൂടെ മുതാബഖുൽ ഹുക്മി, എന്നാൽ ഹുക്മിനോട് യോജിച്ചതായ രൂപം, മനസ്സിലായില്ലേ? ബിഹി, ആ വുജൂദ് കൊണ്ടിട്ടുള്ള എന്ത് ഹുക്മ് ചെയ്യുമ്പോ ആ ഹുക്മിനോട് പിന്നെ മുതാബിക്കായിട്ടുള്ള, അതിനോട് മുതാബിക്കായിട്ടുള്ളതായ രൂപം. അതുപോലെ മിസ്ബാഖുഹു, അതിന്റെ മിസ്താഖും, അത് രണ്ടും ഒന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ മുതാബിക്കുൽ ഹുക്മും മിസ്താഖും ഏതാണ് സത്യത്തില്? നഫ്സു തഖർറുരിൽ മായിയത്തി വഫീലിയത്തുഹ, ഒരു മായിയത്ത് തഖർറുറാവൽ തന്നെയാണ്. ഒരു മായിയത്ത് ഖാരിജിൽ തഖർറുറാകാൻ സ്ഥിരപ്പെടുക. വഫീലിയത്തുഹ, അത് ശരിയായ രൂപത്തിൽ ഖാരിജിൽ അന്വർത്ഥമായി വരിക, തഹ്ഖീഖായിട്ട് വരിക, ഫീലിൽ അത് മൗജൂദാകുക. ഇതാണ് സത്യത്തിലേത്? അതായത് ഒരു മിസ്താഖ് എന്ന് പറഞ്ഞാലും മുതാബഖുൽ ഹുക്ം എന്ന് പറഞ്ഞാലും സത്യത്തിൽ അതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വസ്തുവിനെ ഖാരിജിൽ മൗജൂദാണെന്ന് പറഞ്ഞാൽ, ഒരു വസ്തു മൗജൂദാണെന്ന് പറഞ്ഞാൽ ആ വസ്തു ഇവിടെ ഖാരിജിൽ മൗജൂദാവണം. ആ മൗജൂദായ രൂപത്തിലുള്ളതായ ഒരു അവസ്ഥ അതിനൊക്കെ ഉണ്ടാകുക. അതാണല്ലോ സത്യത്തിൽ ഒരു വസ്തു നമ്മൾ ഖാരിജിൽ മൗജൂദാകുക എന്ന് പറയുമ്പോൾ. മനസ്സിലായ? അതാണ് നഫ്സു തഖർറുരിൽ മാഹിയത്തി വഫീലിയത്തുഹ എന്ന് പറഞ്ഞത്. ആകയാൽ അപ്പൊ ഫമാഹിയ മുതകർരിറത്ത്, ഫമാഹിയ, അപ്പോൾ ഒരു മാഹിയത്ത്, ഫമാഹിയ എന്ന് പറയുന്നത് ഒരു മാഹിയത്ത്. ഏത് മാഹിയത്താണ്? നമ്മൾ പറഞ്ഞ മുംകിനായ മാഹിയത്ത്. നമ്മൾ മുംകിനായ മാഹിയത്തെ പറ്റിയല്ല ചർച്ച ചെയ്യുന്നത്. ഈ മുംകിനായ മാഹിയത്ത് എങ്ങനത്തെ മുംകിനായ മാഹിയത്താണ്? മുതകർരിറത്തുൻ, അത് സ്ഥിരപ്പെടുന്നതാണ്. ഖാരിജിൽ സ്ഥിരപ്പെടും. അത് എങ്ങനെയാണ് ഖാരിജിൽ സ്ഥിരപ്പെടുന്നത്? ബി ഇളാഫത്തിൽ ഗൈരി, ഗൈറിനെ എന്ത് ചെയ്യാ? ഇഫാദത്ത് ചെയ്യൽ കൊണ്ടിട്ട്. ബി ഇഫാദത്തിൽ ഗൈരി, അവിടെ എന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടത് ഇളാഫത്തിൽ ഗൈരി ആവാനാണ് സാധ്യത അവിടെ ഇബാറത്ത്. ഇനി ഞാനത് തഹ്ഖീഖാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. ബി ഇഫാദത്തിൽ ഗൈരി എന്നുള്ളത് അവിടെ ഇഫാദത്തിൽ ഗൈറല്ല സത്യത്തിൽ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അവിടെ ഇളാഫത്താവാനാണ് സാധ്യത. നമ്മൾ അങ്ങനെ അർത്ഥം വെച്ച് നോക്കാം, അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പൊ വമ ഹിയ, അപ്പൊ ചില മാഹിയത്തുകൾ, മുംകിനായ മാഹിയത്തുകൾ. എങ്ങനത്തെ മുംകിനായ മാഹിയത്തുകളാണ്? അവകൾ ഖാരിജില് മുത്തഖരിറാണ്. ഖാരിജില് അവകൾ എന്താണ്? മുത്തഖരിറാണ്. എങ്ങനെയാണ് മുത്തഖരിറായത്? ബി ഇളാഫത്തിൽ വൈരി, വൈറിനെ ഇളാഫത്ത് ചെയ്യൽ കൊണ്ട്. വൈറ് എന്ന വാജിബു തആല, വാജിബു തആലാണ്. അപ്പൊ വാജിബു തആലാനെ ചേർത്തി നോക്കൽ കൊണ്ട്. വാജിബു തആലാൻ എന്ത് ചെയ്യാ? ചേർത്തി നോക്കുക. കാരണം വാജിബു തആലാന്റെ വുജൂദ് ഇവിടെ ഇല്ലാതെ മുംകിനാത്തിന് വുജൂദില്ലല്ലോ. കാരണം മുംകിനാത്തിന്റെ വുജൂദ് വലിയായ വുജൂദാണ്. അതിപ്പോ നമ്മൾ കിതാബിന്റെ തുടക്കത്തിൽ കാദിയാൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മുംകിനാത്തിന്റെ വുജൂദ് എന്ന് പറഞ്ഞാല്, മുംകിനാത്തിന്റെ വുജൂദ് എന്ന് പറഞ്ഞാൽ അത് വലിയായ വുജൂദാണ്. അല്ലാഹു തആലാന്റെ വുജൂദ് ഹഖീഖിയായ വുജൂദാണ്. അപ്പൊ ഹഖീഖിയായ വുജൂദിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന വലിയായ വുജൂദാണ് മുംകിനാത്തിനുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞത്. ഏത്? അതായത് വാജിബു തആലാനെ പിന്നെന്ത് ചെയ്യാ? ചേർത്തി നോക്കൽ കൊണ്ട്. വാജിബു തആലാനെ എന്ത് ചെയ്യാ? വൈരിലേക്ക് ചേർക്കുക. ആ വാജിബു തആലാന്റെ സഹായം വേണം. അങ്ങനെ ലോകത്ത് സുബൂത്താകുന്നതായ മുംകിനത്തായ മാഹിയത്തുകള് മനസ്സിലായില്ലേ? അതായത് ഇളാഫത്തിൽ വൈരി നഫ്സുഹാ, അത് നഫ്സാണ്. ഏത്? അത് ആ ഖാരിജിയായ വുജൂദിന്റെ നഫ്സാണ്. നഫ്സാണ്. കാരണം ഈ ലോകത്ത് ഖാരിജിന് മൗജൂദായ മുംകിനാത്തുകളുടെ വുജൂദ് എന്ന് പറഞ്ഞാൽ അത് ഖാരിജ് വുജൂദാവല് എങ്ങനെ? അല്ലാഹു തആലാന്റെ ഈ വുജൂദിന്റെ അടിസ്ഥാനത്തിൽ വുജൂദാകുക എന്ന് പറയുന്നത് അത് അതിന്റെ നഫ്സന്നാണ്, വൈറല്ലാന്ന്. നഫ്സന്നാണ്, ആ മുംകിനാത്തിന്റെ നഫ്സന്നാണ്. എങ്കിൽ അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ അടിസ്ഥാനത്തിൽ വെച്ചല്ലോ ലോകത്തുള്ളതായ എല്ലാ മുംകിനാത്തുകളും ആ വാജിബു തആലാനെ ചേർത്തി നോക്കൽ കൊണ്ടാണ് എനിക്ക് വുജൂദ് ഉണ്ടാകുന്നത്. മനസ്സിലായ? വുജൂദ് ഉണ്ടാകുന്നത്. അപ്പൊ ദാത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വുജൂദുണ്ട്. പക്ഷെ ദാത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വുജൂദ് ഉള്ളത്? അല്ലാഹു തആലാന്റെ വുജൂദിനെ ചേർത്തി നോക്കൽ കൊണ്ട്. അപ്പൊ എന്താണ്? ഷർത്ത് ചെയ്യാണ്. ഷർത്ത് ചെയ്യാണ്. അപ്പൊ ഷർത്ത് ചെയ്യായ രൂപത്തിലുള്ളതാണ്. അപ്പൊ ഈ വുജൂദിനെ, അതായത് നമ്മൾ പറഞ്ഞ ഈ മുംകിനാത്തിന്റെ വുജൂദിനെ നമ്മള് മുംകിനാത്തിന്റെ മേൽ ഹംദ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു തഅലീലിയായ രൂപത്തിലാണ്. തഅലീലിയായ രൂപത്തിലാണ്. കാരണം അല്ലാഹു തആല ആകുന്ന ഇല്ലത്തിന്റെ കാരണമായിട്ടാണ് ഏത്? മഅലൂലാത്താകുന്ന ഏത്? മുംകിനാത്തിന്റെ എന്തുണ്ടാകുന്നത്? വുജൂദുണ്ടായിത്തീരുന്നത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ കാനത്തിൽ ഹൈസിയ്യത്തു, ഒരു ഹൈസിയ്യത്ത് ആവും. അല്ലത്തി, എങ്ങനത്തെ ഹൈസിയ്യത്ത്? അത് മിസ്ദാഖുൽ ഹംലി ഫീഹ, അത് ഹംലിനുള്ളതായ മാസതക്കാലിഹിയാണ്. ഏതിലുള്ള? ഫീഹ, നമ്മളിപ്പോ ഈ പറയപ്പെട്ടതായ ഈ മുംകിനാത്തിനുള്ള മുംകിനാത്തിന്റെ ഹൈസിയ്യത്ത് പറഞ്ഞില്ലേ? അപ്പൊ മുംകിനാത്തിനുള്ളതായ ഹംല് എന്തായാലേ? ഹംല്, അതിനെ ഹംല് ചെയ്യല്. ആ ഹംല് ചെയ്യുന്ന ഹൈസിയ്യത്ത് ആകും റാജിയത്തൻ. എന്താ റാജിയത്തൻ? അത് മടങ്ങുന്നതാവും. മനസ്സിലായില്ലേ? എങ്ങോട്ട് മടങ്ങും? ഇലാ ഹൈസിയ്യത്തിൻ തഅലീലിയ, തഅലീലിയായ ഹൈസിയ്യത്തിലേക്ക് എന്ത് ചെയ്യും? അത് മടങ്ങും. എങ്ങോട്ട്? തഅലീലിയായ ഹൈസിയ്യത്തിലേക്ക് എന്ത് ചെയ്യുന്നതാണ്? മടങ്ങുന്നതാണ്. തഅലീലിയായ ഹൈസിയ്യത്ത് മനസ്സിലായില്ലേ? അതാ പറയുന്നത്. തഅലീലിയായ ഹൈസിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ,
ഈ തഅലീലിയായ ഹൈസിയത്ത് എന്ന് പറഞ്ഞാൽ കൗനു ദാത്തി, ഒരു ദാത്ത് ആവുക, സ്വാദിറതൻ അത് ഉത്ഭവിച്ചതാവുക. മനസ്സിലായില്ലേ? ഒരു ദാത്ത് എന്താകുക? അത് ഉത്ഭവിച്ചതാകുക. എന്തിനെ തൊട്ട് ഉത്ഭവിച്ചതാകുക? അനി ജാഹിലിനെ തൊട്ട് ഉത്ഭവിച്ചതാകുക. കാരണം അല്ലാഹു തആല ഇല്ലത്താണല്ലോ. അല്ലാഹു തആല ഇല്ലത്താണ്, നമ്മൾ മാരൂല. അവൻ ലോകത്തുള്ള മുംകിനാത്തുകൾ മുഴുവൻ അല്ലാഹു തആലയുടെ മാരൂലാണ്. ലോകത്തുള്ള മുംകിനാത്തുകളൊക്കെ അല്ലാഹു തആലയുടെ മാരൂലാണെന്ന് പറയല്ലോ. അതാ പറഞ്ഞ കൗനു ദാത്തി സ്വാദിറത്തൻ എന്നിൽ ജാഹിലി. ഒരു ജാഹിലിനെ തൊട്ട് ദാത്ത് എന്താകുക? ഉത്ഭവിക്കുക എന്നുള്ളത്. ജാഹിലി പ്രഭാരം അല്ലാഹു തആല. മനസ്സിലായില്ലേ? എങ്കിൽ അപ്പൊ വമാഹിയ, ചില മുംകിനത്തായ ഈ മാഹിയത്തുകൾ, എങ്ങനത്തെ മുംകിനത്തായ മാഹിയത്തുകള്? അത് മുത്തകർരിറത്തും ബിനഫ്സിഹാ, അത് മുത്തകർരിറത്ത്, അത് മുത്തകർരിറത്താണ്, സ്ഥിരപ്പെട്ടതാണ്. ബിനഫ്സിഹാ, നഫ്സിന്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? പിന്നെ എന്തല്ല, ലാബി ഇല്ലത്തിന്, ഒരു ഇല്ലത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതല്ല. മനസ്സിലായില്ലേ? സ്ഥിരപ്പെട്ടതല്ല. പിന്നെയോ, അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഫഹിയ, അപ്പൊ അത് മൗജൂദത്തുൻ, അത് മൗജൂദത്താവും. ബിദാത്തിയ, ബിദ്ദാത്ത് മൗജൂദത്താവും. പിന്നെ എന്തല്ല, ലാബി വൈരിഹ, എന്താണ്? വൈരിന്റെ അടിസ്ഥാനത്തിൽ മൗജൂദ് എന്ന് പറയാൻ പറ്റൂല. അത് മനസ്സിലായിട്ടില്ല. അവിടെ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ് സുബൂത്താക്കിയത് ഏതാണ്? ഈ ലോകത്തുള്ള മുംകിനാത്തായ വസ്തുക്കളുടെ വജൂദൊക്കെ അള്ളാഹുവിന്റെ വജൂദാകുന്ന ഇല്ലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ സ്വന്തം ഒരു വജൂദ് എനിക്കില്ല. അതിനൊക്കെ എന്താ ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഐസിയത്തിൻ തഅലീലിയ, തഅലീലിയായ ഐസിയത്തിലൂടെ ഉള്ളതായ ഇല്ലത്താണ്, വജൂദാണ് എനിക്കുള്ളത്. തഅലീലിയായ ഐസിയത്തിലൂടെ ഉള്ളതായ വജൂദാണ്. ഇനി നമ്മൾ പറയാനെന്ത്? അങ്ങനെ തഅലീലിയായ ഐസിയത്തിലൂടെ അല്ലാതെ സ്വന്തം വജൂദ് ഒന്ന് വെക്കുക. അപ്പൊ അതിനൊപ്പം സംബന്ധിച്ചത് മൗജൂദാണ്. എങ്ങനെ മൗജൂദ്? ലാബിൽ ഗൈരി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മൗജൂദത്തുൽ ലാബിൽ ഗൈരി എന്ന് പറയേണ്ടി വരും. അത് ഒരിക്കലും സാധ്യമല്ലല്ലോ. മനസ്സിലായില്ലേ? ഒരിക്കലും അത് സാധ്യതല്ല. അത് ശരിയാണ്. അത് സാധ്യത അല്ലാത്തത് കൊണ്ട് അതിനെ അവിടെ ഇത്തിറാദ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ പ്രയോഗം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒമ്പമായ മുത്തകരിതത്തും ഇളാപത്തിൽ വൈരി, ഇളാപത്തിൽ വൈരി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞത് അത് അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് അടിസ്ഥാനം മിസ്ദാഖുൽ ഹുക്മി. അപ്പൊ ഹുക്മിന്റെ മിസ്ദാഖ്, മിസ്ദാഖുൽ ഹുക്മി. അപ്പൊ ഹുക്മിന്റെ മിസ്ദാഖ്, ഹുക്മ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട മുംകിനാത്തിനുള്ളതായ വജൂദിനെ ഹംദ് ചെയ്യാം. ഹംദ് ചെയ്യാം എവിടെ? വാജിബു തആലാന്റെ മാഹിയത്തിലായിട്ട് വജൂദ് ചെയ്യാം. മാഹിയത്തിന്റെ പിന്നെ വാജിബു തആലാന്റെ മാജിബിന്റെ മാഹിയത്തിലായിട്ട് ഈ പറയപ്പെട്ടതായ മൗജൂദിനെ നമ്മൾ ഹംദ് ചെയ്യാം. അത് സത്യത്തിന് ഏതാണ്? ദാത്ത് ഇവിടെ തകർറുറാവുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ മിസ്ദാഖുൽ ഹുക്മി, ഹുക്മിന്റെ മിസ്ദാഖ്. ഹുക്മ് എന്താന്ന് മനസ്സിലായില്ലേ? ഹുക്മി എന്ന് പറഞ്ഞ വജൂദിനെ ഇവരെ ഹംദ് ചെയ്യുക എന്ന് പറഞ്ഞ ആ വിഷയം. അപ്പൊ ഹുക്മുൽ മിസ്ദാഖുൽ ഹുക്മി ഹുനാക്ക്. അപ്പൊ ഇവിടത്തിലുള്ളതായ ഹുക്മിന്റെ മിസ്ദാഖ്, മനസ്സിലായില്ലേ? ഇവിടത്തിലുള്ളതായ ഇതിന്റെ ഹുക്മിന്റെ മിസ്ദാഖാകുന്നത് ഏതാണ്? അതായത് തജൗഹുറുൽ ഹഖീഖത്ത്, ഹഖീഖത്ത് ജൗഹറായിട്ട് വരിക. എങ്ങനത്തെ ഹഖീഖത്ത്? അൽ മുതകദ്ദിറത്തി ബിദ്ദാത്ത്, ബിദ്ദാത്ത് ലോകത്ത് തകർറുറായ സ്ഥിരപ്പെട്ട ഹഖീഖത്തിന്റെ ഹഖീഖത്ത് ജൗഹറായി വരിക എന്ന ആ നഫ്സാണ്. അതിനെ തന്നെയാണ് ഏത്? ഇത്. കാരണം പല ലോകത്തുള്ളതായ
പിന്നെ ഈ മുംകിനത്തായ മായിയത്തുകള്, ആ മുഖത്തുള്ള മുംകിനത്തായ മായിയത്തുകള് അതിവിടെ ഉണ്ടാകുക, അത് വിദ്യാർത്ഥി തക്കറൂറാകുക. മനസ്സിലായില്ലേ? ആ തക്കറൂറാവുക എന്നുള്ളത് തന്നെ മനസ്സിലായ അതാണ് ഇവിടെ സത്യത്തിലേത് ഇവിടെയുള്ള ഹുക്കും അതാണ്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ യക്കൂനുൽ ഉജൂദു, അപ്പൊ ഈ ഉജൂദ് ആവും. ഏത് ഉജൂദ്? ഈ പറയപ്പെട്ട മുംകിനാത്തിനാകുന്ന മായ്യത്ത് എന്ന് പറഞ്ഞില്ലേ, ഈ മുംകിനത്തുകളാകുന്ന മായ്യത്തിനുള്ള ഉജൂദ് ആകും. എന്തായി മാറും? നഫ്സദാത്തിഹാ, അത് ദാത്തിന്റെ നഫ്സായി മാറും. ദാത്തിന്റെ നഫ്സായി മാറുമെന്ന്. കാരണം വിദ്യാർത്ഥി തക്കറൂറില്ലേ, അപ്പൊ അതുകൊണ്ട് ഉജൂദ് അതിന്റെ നഫ്സുദാത്തായി മാറും. നഫ്സുദാത്തായിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പൊ അതടിസ്ഥാനത്തിൽ വെക്കുമ്പോൾ വഹിയ, ഈ പറയപ്പെട്ടതായ ഹഖീഖത്ത് മുസ്തഗ്നിയത്തും ഫീ സിൻഇ ഹഖീഖത്തിഹ, അതിന്റെ ഹഖീഖത്തിഹ. അപ്പൊ അതിന്റെ ഹഖീഖത്തിലേക്ക് ചിന്തിക്കുമ്പോ, ഹഖീഖത്തിന്റെ അസ്ലിലേക്ക്, അതിന്റെ ഉസ്സിലേക്ക് ചിന്തിക്കുമ്പോ അത് മുസ്തഗ്നിയത്തും, അത് ഐശ്വര്യമായതായിട്ട് വരും. ഐശ്വര്യമായിട്ടായിട്ട് വരുമോന്ന് മനസ്സിലായില്ലേ? ഐശ്വര്യമായിട്ട് വരുമോന്ന്. അപ്പൊ അത് ആവശ്യം വരൂലാന്ന് ഇനി വേറെ ഒന്നിലേക്ക് വിശദീകരിച്ചുകൊണ്ട് പറയാണ്. മനസ്സിലായില്ലേ? ഈ സിൻഹി ഹഖീഖത്തിയ, ഹഖീഖത്തിന്റെ ആ ഉസ്, ഇവിടെ സിൻഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഉസ്, അതിന്റെ ആ അസില്, മനസ്സിലായില്ലേ? ആ അസിലില് അതോടുകൂടി മൗജൂദിയത്തുഹ, ഈ പറയപ്പെട്ടതായ ഹഖീഖത്ത് അതെന്താകുക? മൗജൂദാവുക എന്നുള്ളതും മനസ്സിലായില്ലേ? പിന്നെ വൈരിനെ തൊട്ട് അത് ഇതിൽപ്പെട്ടതാണ്. ഹുക്മ് 2 രൂപ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് ഇങ്ങനെ സിദ്ധാത്ത് മുത്തകരിതായിട്ട് വരാം, രണ്ടാമത്തത് വൈരിനെ തൊട്ട് എന്താകുക? മൗജൂദായിട്ട് വരാന്ന്. എങ്കിൽ ഫഹാദിഹി ധാതു, ഈ പറയപ്പെട്ടതായ ധാതു, ഫഹാദിഹി ധാതു. അപ്പൊ ഈ പറയപ്പെട്ടത് ഫഹാദിഹി ധാതു, ഈ പറയപ്പെട്ട ധാത്ത്, ഇത് രണ്ടാമത്തെ ധാത്ത്. രണ്ടാമത്തെ ധാത്ത് എന്ന് പറഞ്ഞാൽ ഉജൂദിന്റെ മിസ്താക്കായിട്ട് വരുന്ന ധാത്ത്, ഉജൂദിന്റെ മിസ്താക്ക് ആയിട്ട് വരുന്നതായ ധാത്ത്. അതേതാണ്? ബിദ്ദാത്ത് മായി, വാജിബു തആലാന്റെ മാഹിയത്തിന്റെ മാഹിയത്താണ്. വാജിബു തആലാന്റെ മാഹിയത്താണ് അവിടെ ഉദ്ദേശം. അതാണ് ഇത് രണ്ടാമത്തെ പിന്നെ ഈ ധാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഫഹാദിഹി ധാതു, ഈ ധാത്ത് മനസ്സിലായില്ലേ? അത് ഈ വാജിബ് ബിദ്ദാത്ത്, അത് ബിദ്ദാത്ത് വാജിബാണ്. അത് ബിദ്ദാത്ത് എന്താണ്? വാജിബാണ്. ബിദ്ദാത്ത് അത് വാജിബാണ്. അപ്പൊ ഇവിടെ രണ്ടെണ്ണുണ്ടായി. ഒന്നാമത്തെ ധാത്തുണ്ട്, രണ്ടാമത്തെ ധാത്തുണ്ട്. ഒന്നാമത്തെ ധാത്ത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, അതായത് പിന്നെ ഉജൂദിന്റെ ഹംലിന്റെ മിസ്താക്കാകുന്ന ധാത്ത്, ഉജൂദിന്റെ ഹംലിന്റെ മിസ്താക്ക് ആകുന്നതായ ധാത്ത്, മിസ്താക്ക് ആകുന്ന ധാത്ത്. അത് തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? അത് ജായിദിന്റെ ജായിദിൽ നിന്നാണ് ഉണ്ടാകുന്നത്, നഫ്സുദാത്തിൽ നിന്നല്ല ഉണ്ടായിത്തീരുന്നത്. നഫ്സുദാത്തിൽ നിന്നല്ല ഉണ്ടായിത്തീരുന്നത്, പിന്നെ ഏതിൽ നിന്നാണ് ഉണ്ടായിത്തീരുന്നത്? ജായിദിന്റെ ജായിദിൽ നിന്നാണ് ഉണ്ടായിത്തീരുന്നത്. നേരെ മറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ധാത്ത് അങ്ങനല്ല, വാജിബു തആലാന്റെ ധാത്ത് അങ്ങനല്ല. വാജിബു തആലാന്റെ ധാത്ത് ആ ധാത്തിനിക്കുണ്ടാകുന്ന പിന്നെ ഉജൂദ് എന്ന് പറയുന്നത് അത് നഫ്സുദാത്തായിട്ട് തന്നെ വരുന്നത്, ധാത്തിന്റെ നഫ്സ് തന്നെയാണ് വരുന്നത്. എന്തല്ല, വൈറായിട്ടല്ല. വൈറെന്ന് പറഞ്ഞാല് ഒരു ജാഹിദിന്റെ ജാഹിദ് കൊണ്ടുണ്ടാകുന്നതല്ല. ഇത് അല്ലാഹു തആലാന്റെ പിന്നെ ധാത്ത് എന്ന് പറഞ്ഞാല് അത് ജാഹിദിന്റെ ജാഹിദ് കൊണ്ടുണ്ടാകുന്നതല്ല. നേരെ ഒരു മുംകിന്റെ ധാത്ത് എന്ന് പറഞ്ഞാൽ അത് ജാഹിദിന്റെ ജാഹിദ് കൊണ്ടുണ്ടാകുന്നതാണ്. അതാ വൻഫഹാദിഹി ധാതു യൽ വാജിബു ബിദ്ദാത്ത് വൽഊല അൽ മുംകിനു ബിദ്ദാത്ത്. മനസ്സിലായില്ലേ? ഒന്നാമത്തേത് ധാത്ത് എന്ന് പറഞ്ഞാൽ അത് ബിദ്ദാത്ത് മുംകിനാണ്. ആകയാൽ ഫൽ ഉജൂദു ഫിൽ വാജിബി തആല, വാജിബു തആലയിലുള്ള ഉജൂദ് എന്ന് പറഞ്ഞാൽ ഐനു ദാത്തിഹി,
അത് അള്ളാഹു തആലാന്റെ ദാത്തിന്റെ ഐനാണ്. നേരെ മറിച്ചുകൊണ്ട് മുംകിനാത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അങ്ങനല്ല. മുംകിനാത്തിലുള്ള വുജൂദ് എന്ന് പറഞ്ഞാൽ അത് ദാത്തിന്റെ ഐനായിട്ട് വരില്ല, പിന്നെ അത് ഗൈറായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബിൽഗൈറിന്റെ ഒരു ഇബാറത്ത് ബിൽഗൈർ പറഞ്ഞില്ലേ, അതെ ബിദാത്തിയ അല്ല, ബിദാബില്ല ബിദാത്തിയ, അതായത് ജാഹിദിന്റെ ജാഹിദിൽ നിന്നുണ്ടായിത്തീരുന്നതാണ് ബി ഇഫാദത്തെ വൈദ്യല്ലേ. അതായത് വൈറിന്റെ ഇവാബത്ത് കൊണ്ട്, വൈറിന് ചേർക്കൽ കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്. അപ്പൊ അതാ പറഞ്ഞപ്പോൾ വുജൂദ് ബിൽ വാജിബി കാന ഐനു ദാത്തിഹി. കാരണം ഇത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇതിന് പറയാനുള്ള കാരണം എന്താണ്? അല്ലാഹു തആലയുടെ വുജൂദ് എന്ന് പറയുന്നത് അത് ഐനിയത്താണ് എന്ന് സുബൂത്താക്കിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സുബൂത്താക്കിയല്ല, വാജിബു തആലാന്റെ വുജൂദ് എന്ന് പറയുന്നത് അത് ഐനിയത്താണ്, അത് ദാത്തിയത്താണ്, ഐനിയത്താണ്. ഇത് അല്ലാഹു തആല എന്നാ ഇത് കാരണം ഹുവ വാജിബു തആലയാകുന്നത് ബിദാത്തിഹി, വാജിബു തആലയുടെ നഫ്സ് കൊണ്ടിട്ട് അത് മബ്ദഉൻ, അത് മബ്ദഅാണ്. എന്തിനൊക്കെയുള്ള മബ്ദഅാണ്? ലിഇൻതിസായിഹി, കുറെ വുജൂദുകളെ ഇന്തിസാഹ് ചെയ്തെടുക്കാനുള്ള. കാരണം അല്ലാഹുവിന്റെ വുജൂദിൽ നിന്നാണല്ലോ ലോകത്തുള്ള എല്ലാ മുംകിനാത്തിന്റെയും വുജൂദിനെ ഇന്തിസാഹ് ചെയ്ത് എടുക്കുന്നത്. വമിസ്താഖുൽ ഹംദിഹി, അതിനെ ഹംദ് ചെയ്യാന്നുള്ള മിസ്താഖുമാണ്. കാരണം മുംകിനാത്തിന്റെ വുജൂദൊക്കെ വലിയ വുജൂദാണല്ലോ. വാജിബു തആലാന്റെ വുജൂദ് ഹഖീഖിയ വുജൂദാണ്. അപ്പൊ ഈ ഹഖീഖ് അപ്പൊ ഈ വലിയ വുജൂദ് കിട്ടണമെങ്കിൽ അതിനൊക്കെ ഏത് വില വേണ്ടേ? പക്ഷെ ബിഖിലാഫിൽ മുംകിനി, കണ്ട മുംകിനിക്ക് അങ്ങനെയല്ല. മുംകിൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒന്നും വരൂല. ഇത് ഈ നമ്മൾ ദാത്ത് ബിദ്ദാത്ത് ദാത്താവൂല, അത് ഇന്തിസായി നിൽക്കുള്ള മബുദ് ഐറ്റം എന്ത് ചെയ്യൂല, വരൂല. കാരണം എന്താ? ഇതിൽ വാജിബു ബിദ്ദാത്തി, ബിദ്ദാത്ത് വാജിബ് എന്ന് പറഞ്ഞാൽ ബിദ്ദാത്ത് വാജിബ് എന്ന് പറയുന്നത് അതായത് യസ്തഹീദു മുഹാലാവും ഇല്ലത്തിൻ, ഇല്ലത്തുമായി ബന്ധിക്കുക. അല്ലാഹു തആലാക്ക് ഇല്ലത്ത് വേണ്ട. അല്ലാഹു തആലാക്ക് എന്ത് വേണ്ട? ഇല്ലത്ത് വേണ്ട. അള്ളാഹുവിന്റെ വുജൂദിനക്ക് ഇല്ലത്ത് വേണ്ട. നേരെ മറിച്ച് മുംകിനാത്തിന്റെ വുജൂദിനക്ക് എന്ത് വേണം? ഇല്ലത്ത് വേണം. മുംകിനാത്തിനക്ക് വുജൂദ് ഉണ്ടാവണമെങ്കിൽ അള്ളാഹിന് ഇല്ലത്ത് ഇവിടെ വേണം. അല്ലാഹു തആലാക്ക് വുജൂദ് ഉണ്ടാവണമെങ്കിൽ ഇത് വേണ്ട. അതാ പറഞ്ഞത് ഇതിൽ വാജിബു ബിദ്ദാത്തി, ബിദ്ദാത്ത് വാജിബ് എന്ന് പറയുന്നത് യസ്തഹീദു അൻ യതഅല്ലഖ ബിഇല്ലത്തിൻ, അത് ഇല്ലത്തുമായിട്ട് എന്ത് ചെയ്യും? ബന്ധിക്കൽ മുഹാലാണ്. വമറ ബയാനുഹു, അതിന്റെ വിശദീകരണം നമ്മൾ നേരത്തെ തന്നെ വിശദീകരിച്ചു പോയതാണ്. നമ്മൾ കൂടുതൽ വിശദീകരിച്ചല്ലോ, അതിന് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് വേണ്ട രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊക്കെ മനസ്സിലായില്ലേ? എന്താ ചർച്ച ചെയ്ത് മുമ്പ് കുറെ ഓർമ്മിക്കുന്നുണ്ടല്ലോ, മുമ്പ് എവിടെയോ പറഞ്ഞതല്ല. അതായത് ലാ ബുർഹാന അലൈഹി ബൽ ഹുവൽ ബുർഹാനു അലാ കുല്ലി ഷൈഇൻ പറഞ്ഞിരിക്കുന്നു. മുമ്പ് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ബുർഹാനാണ്. അള്ളാഹു എന്നുള്ളത് വേറൊന്നിന്റെ മേലെ ബുർഹാനല്ല, അള്ളന്റെ ബുർഹാനാണ്. ബൽ ഹുവൽ ബുർഹാൻ, എല്ലാ വസ്തുവിന്റെയും മേലുള്ള ബുർഹാനാണ് ഏത്? അല്ലാഹു തആല. അപ്പൊ അള്ളാഹുവിന് ഇപ്പൊ ഇല്ലത്ത് വേണ്ട. നേരെ മറിച്ചുകൊണ്ട് മുംകിനാത്തിന്റെ വുജൂദിനക്ക് എന്ത് വേണം? ഒരു ഇല്ലത്ത് വേണം. അവർ രണ്ട് വുജൂദ് ഇവിടെ ഉണ്ടായി, രണ്ട് വുജൂദ് ഉണ്ടായി. ഒന്ന് മുംകിന്റെ വുജൂദും ഒന്ന് വാജിബു തആലാന്റെ വുജൂദും. മുംകിന്റെ വുജൂദ് എന്ന് പറഞ്ഞാൽ ഇല്ലത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. നേരെ മറിച്ചുകൊണ്ട് വാജിബു തആലാന്റെ വുജൂദ് എന്ന് പറഞ്ഞാൽ അത് മുസ്തഖിനിയത്തായ വുജൂദാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.